ആ സമയത്തുള്ള മോട്ടിവേഷൻ വാസ് കോഡ് ക്യാൻ ബി ഓപ്പൺ സോഴ്സ്, പ്ലേ ബുക്ക് ദാറ്റ് വർക്ക്സ് എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി. വി ഡിഡ് നോ ലൈക്ക് ഹൗ ടു ആക്ച്വലി ഗ്രോ. മെട്രിക്സ് ഭയങ്കര ഡിഫറൻ്റ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ 6 months ബിഫോർ നമ്മുടെ ഡോക്കർ ഡൗൺലോഡ്സോ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ റവന്യൂ എന്ന് പറയുന്നതോ അതൊന്നും ഇല്ലായിരുന്നു. ഹായ് ഓൾ, വെൽക്കം ടു KPH പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മളൊപ്പം ഉള്ളത് പ്രണവ് രാജാണ്. പ്രണവ് ഈസ് co-founder ഓഫ് ചാറ്റ്വുഡ്. കേരളത്തിൽ നിന്നുള്ളൊരു വൺ ഓഫ് ദ YC കമ്പനിയാണ്. Y Combinator പോയൊരു കമ്പനിയാണ്. ആൻഡ് ദേ ഓൾസോ ഹാവ് അറൌണ്ട് 20,000 GitHub stars ആസ് വെൽ. അപ്പോൾ നമ്മുടെ ഒരു ഫസ്റ്റ് ഫ്യൂ പോഡ്കാസ്റ്റുകൾ കേരള ലവ്സ് ഓപ്പൺ സോഴ്സ്, കേരളത്തിൽ നിന്ന് കുറേ ഓപ്പൺ സോഴ്സ് സ്റ്റാർട്ടപ്സും ഇത് വരുന്നുണ്ട്. സോ ആൻഡ് ചാറ്റ്വുഡ് ഈസ് വൺ ഓഫ് ദ എപ്പിസോഡ്സ് ഐ ബീൻ മീനിങ് ടു കവർ. ആൻഡ് ലക്കിലി ലാസ്റ്റ് 1 month നമ്മൾ SF വെച്ച് മീറ്റ് ചെയ്തു. ആൻഡ് നൗ യു ആർ ഇൻ കേരള ആൻഡ് യു തോട്ട് ടു ഡു എ പോഡ്കാസ്റ്റ് ആൻഡ് ഗുഡ് ടു finally have you here. കുറച്ച് നാളായി പിടിക്കാൻ നോക്കുന്നുണ്ട്. It's finally got to be the guest of the podcast. And welcome Pranav to the show. Yeah, thanks for having me. Yes. ഇന്നത്തെ പോഡ്കാസ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് മാത്രം ബിൽഡ് ചെയ്ത് കേരളത്തിൽ നിന്ന് പ്രോഫിറ്റബിൾ ബൂട്ട് സ്ട്രാപ്പ് ചെയ്ത് അതും ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് 6 പ്രൊഡക്റ്റുകൾ ബിൽഡ് ചെയ്ത കമ്പനിയാണ് മൈക്രോഡോട്ട് കമ്പനി. ഇതിന്റെ ഫൗണ്ടർ ഷൈജലായിട്ട് നമ്മൾ ഡീറ്റെയിൽ പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. മേക്ക് ഷുവർ യു ചെക്ക് ഇറ്റ് ഔട്ട് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബിലോ. നൗ ബാക്ക് ടു ദ എപ്പിസോഡ്. പ്രണവിന്റെ ജേർണി എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ഇപ്പോൾ കോളേജ് എവിടെയായിരുന്നു, വീട് എവിടെയായിരുന്നു, ആൻഡ് ഇവൻച്വലി ടെക്കിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടത്? ഞാൻ ജനിച്ച വളർന്നൊക്കെ കണ്ണൂരാണ്, മട്ടന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. പക്ഷേ അച്ഛൻ കോളേജ് പ്രൊഫസറാണ്. അപ്പം നമ്മൾ കാസർഗോഡേക്ക് മൂവ് ചെയ്തു. പിന്നെ എനിക്ക് തോന്നുന്ന ചെറുപ്പം തൊട്ട് പിന്നെ അങ്ങോട്ടേക്ക് വളർന്നതും എല്ലാം കാസർഗോഡ് തന്നെയാണ്. ടെക്കിലേക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുപ്പത്തിലെ ലൈക്ക് കമ്പ്യൂട്ടേഴ്സ് ഭയങ്കര ആക്സസ് ഉണ്ടായിരുന്നു. അതായത് എൻ്റെ വീട്ടിലില്ല, പക്ഷെ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ ആയിട്ട് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലൈക്ക് ഡോസ് ആണ്. പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവില്ല. അപ്പം ഡോസ് ആയിരുന്നു ഫസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് ഡേഞ്ചറസ് ഡേവ് എന്ന് പറഞ്ഞൊരു ഗെയിം തന്നെ ഉണ്ട്. ഭയങ്കര പോപ്പുലറാണ്, ലൈക്ക് ക്ലാസിക് ഗെയിംസ് ആണ്. അതായിരുന്നു ഏറ്റവും ലൈക്ക് സ്റ്റാർട്ടിങ് പോയിന്റ്. അപ്പം കൂടുതലും എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് ഗെയിംസ് ആയിരുന്നു, ലൈക്ക് കമ്പ്യൂട്ടർ ഈക്വൽസ് ഗെയിംസ് എന്നുള്ള ലൈനിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഹൗ ഇറ്റ് ഫങ്ഷൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങി. അപ്പം എന്താണ്, ഞങ്ങൾ അഡോബി ഫ്ലാഷ് ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ആനിമേഷൻസ് ബിൽഡ് ചെയ്യുമായിരുന്നു. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഒരു ശുപ്പാണ്ടിയുടെ ഒരു എപ്പിസോഡ് ലൈക്ക് ഒരു ഇത് ഞങ്ങൾ ചെറുപ്പത്തിൽ ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ലൈക്ക് അങ്ങനെയാണ് അത് ഗ്രോ ചെയ്ത് വരുന്നത്. ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്താണ് കമ്പ്യൂട്ടേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു അല്ല അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങി. പിന്നെ ആക്ച്വലി ലൈക്ക് വെബ്സൈറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും തോന്നി. അപ്പം അങ്ങനെ അത് പഠിച്ചു, HTML പഠിച്ചു. ആ സമയത്ത് CSS ഒന്നുമില്ല, ലൈക്ക് എല്ലാം നമ്മൾ മറ്റേ ഇൻലൈനായിട്ട് എഴുതി കൊടുക്കുന്ന സ്റ്റൈൽസ് ഒക്കെയാണ് വരുന്നത്. അപ്പം അങ്ങനെ അത് വന്നു. അപ്പോൾ ഒരു 10th ഒക്കെ ആകുമ്പോഴെന്ന് പറഞ്ഞാൽ ഇവിടെ ലൈക്ക് കേരള ഗവൺമെൻറ് ഒരു പ്രോഗ്രാം ഉണ്ട്, ലൈക്ക് എന്താ IT ഫെസ്റ്റ് എന്ന് പറഞ്ഞ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഓരോ പരിപാടികളുണ്ട്. ഇപ്പം എന്താ വെബ്സൈറ്റ് ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു കോൺടെസ്റ്റ് ആണ്. അതുപോലെ പ്രസൻറ്റേഷൻ ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പം അങ്ങനെ വെബ്സൈറ്റ് ഡിസൈനിങ്ങിൽ ഇവിടുത്തെ സ്റ്റേറ്റിലേക്ക് ക്വാളിഫൈ ചെയ്തു. ആ പോയിന്റിലാണ് വീട്ടിലും ശരിക്കും പറഞ്ഞാൽ ഓക്കെ ഹീസ് ഡൂയിങ് സംതിങ് എന്നുള്ളൊരു ഫീല് വന്നു തുടങ്ങിയത്. അപ്പം ഇവിടെയുള്ള എന്താണ് നമ്മുടെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു ഓക്കെ ഇവനിങ്ങനെ ക്വാളിഫൈഡ് ആണ്, അപ്പം അങ്ങോട്ടേക്ക് പോകണം. ഇപ്പോൾ ടെക്നോ പാർക്കിലായിരുന്നു ആദ്യമായിട്ട്. അപ്പം ഫസ്റ്റ് ടൈം ടെക്നോ പാർക്കിൽ വരുന്നതും ആ ഒരു സമയത്താണ്, അതായത് ഒരു 10th പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ ആ സമയത്ത് വീട്ടിൽ എനിക്ക് ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു തന്നു. ആ സമയത്ത് ഇൻ്റർനെറ്റ് ഇല്ല, ജസ്റ്റ് കമ്പ്യൂട്ടർ മാത്രം. അപ്പം ജനറലി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പറഞ്ഞാൽ നല്ല വെബ്സൈറ്റ്സ് എടുക്കും, അതിൻ്റെ സോഴ്സ് കോഡ് എടുക്കും, അത് സേവ് ചെയ്യും, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കും, മാറ്റി നോക്കും. ഇങ്ങനെയൊക്കെയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റ് വന്നു. അങ്ങനെ വന്നതാണ്. അപ്പോൾ പിന്നെ ഞാൻ ആക്ച്വലി ലൈക്ക് എഞ്ചിനീയറിംഗ് എടുത്ത സമയത്തും കമ്പ്യൂട്ടർ സയൻസ് എടുത്തു. ഞാൻ CET ട്രിവാൻഡ്രം. അവിടെ റാങ്കൊക്കെ ഉണ്ടാവുമല്ലോ? ഉണ്ടായിരുന്നു. 2 വർഷം കമ്പ്യൂട്ടർ തൊട്ടിട്ടേ ഇല്ല. PC തോമസിന്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഒന്നുമില്ലായിരുന്നു, ആക്സസ് ഇല്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ ലൈക്ക് എന്താണ് CET ജോയിൻ ചെയ്തു, കമ്പ്യൂട്ടർ സയൻസ് ജോയിൻ ചെയ്തു. ആ സമയത്ത് അത്ര ഭയങ്കര ലുക്രേറ്റീവ് സാധനമൊന്നും ആയിരുന്നില്ല. ലൈക്ക് ആൾക്കാർ 2011. അപ്പം ആ ഒരു സമയത്ത് അത്ര ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സാധനങ്ങളൊന്നും ആയിരുന്നില്ല കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത്. പക്ഷെ അതിനുശേഷം ഇപ്പം എനിക്ക് തോന്നുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് കോഴ്സസ് ആയി മാറിയിട്ടുണ്ടെന്നുള്ളതാണ്.
അപ്പോൾ അങ്ങനെ കോളേജ് ലൈഫ് എങ്ങനെയായിരുന്നു? കോളേജ് ലൈഫിൽ ഈ പറഞ്ഞ പോലെ ടെക്കിലേക്ക് തന്നെ കൂടുതൽ ഇല്ല, ജനറലി എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ കേരളത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഇപ്പോഴും മാറിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ടെക് എന്ന് പറയുന്നത് അത്ര പ്രോമിസിങ് സാധനമൊന്നുമല്ല. ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ കൾച്ചറൽസ് പ്രോഗ്രാംസ് നടക്കുമെന്ന് പറഞ്ഞാൽ ദർ വിൽ ലൈക്ക് ടൺസ് ഓഫ് പീപ്പിൾ. ടെക് ബേസ്ഡ് ഒരു സാധനം നടക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു കാറ്റഗറി ഓഫ് ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതും ലൈക്ക് നമ്മുടെ അടുത്തും വളരെ കോമൺ ആണ്. ഈവൻ ദോ ഇറ്റ് വാസ് എൻ എഞ്ചിനീയറിംഗ് കോളേജ്, അതായത് പറഞ്ഞാൽ സ്പെസിഫിക്കലി ടെക് ബേസ്ഡ് സാധനങ്ങൾ നടക്കുന്ന സമയത്ത് വളരെ കുറവ് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് അവിടെ നിന്ന് കുറേ ആക്സസ് ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾ എന്താണ് അവിടെ ചില ലൈക്ക് നല്ല കമ്പനീസ് വരുമായിരുന്നു. കോളേജിൽ നിന്ന് ആക്സസ് വളരെ ഈസിയർ ആയിരുന്നു. അതായത് എന്ന് പറഞ്ഞാൽ ഇപ്പം ടെക്നോ പാർക്ക് ക്ലോസർ ആണ്, ടെക് കമ്പനീസിനുമായിട്ടുള്ള ക്ലോസ് പ്രോക്സിമിറ്റി ഉള്ളത് കൊണ്ടെന്ന് പറയാം നമുക്ക് ഏതെങ്കിലും ലൈക്ക് ഇൻഡസ്ട്രി ആരെങ്കിലും റീച്ച് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പത്തിൽ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം അങ്ങനെ നമുക്കെന്ന് പറഞ്ഞാൽ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ ഇവിടെ തന്നെ അതായത് അമൃതയിലായിരുന്നു എന്ന് തോന്നുന്നു ഡെബ് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെവിയൻ ഫെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോയപ്പോഴായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഓക്കെ ലൈക്ക് ദർ ആർ പീപ്പിൾ ഹു ആർ വേ ബെറ്റർ ദാൻ വാട്ട് യു ഡു എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ലൈവായിട്ട് ഗിറ്റിൻ ലൈക്ക് ലിനക്സിന്റെ സോഴ്സ് കോഡ് ലൈക്ക് എഡിറ്റ് ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിനകത്ത് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കോർ ടെക് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുള്ളത് വളരെ ക്ലിയർലി നോട്ടീസബിൾ ആയിരുന്നു. ഔട്ട്സൈഡ് ഓഫ് കോളേജസ് ഇവന്റുകൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് എന്ന് പറഞ്ഞാൽ എക്സ്പോഷർ ഉണ്ടാകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ലൈക്ക് ദർ ആർ ടൺസ് ഓഫ് പീപ്പിൾ ഹു ഡു ബ്രില്യൻ തിങ്സ് വിച്ച് യു ഡോണ്ട് നോ അബൌട്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതായത് ഇവിടെ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ നമ്മുടെ വിക്കിപീഡിയയിൽ മെയിൻ ഒരു എംപ്ലോയി ഉണ്ട്, സന്തോഷ് തോട്ടുങ്ങൽ എന്ന് പറഞ്ഞാൽ പുള്ളി ആക്ച്വലി ലൈക്ക് ഭയങ്കര ഫേമസ് ആണ് ഇവിടെയും. മലയാളം എനിക്ക് തോന്നുന്നു ഹി ഹാസ് ടോട്ട് മീ മോർ മലയാളം ദാൻ മൈ മലയാളം ടീച്ചർ. അപ്പോൾ എന്ന് പറയാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ലൈക്ക് ഇത് തമ്മിലുള്ള ജോയിനിങ് എങ്ങനെയാണ്, ഇത് ലൈക്ക് ഹൗ ഡസ് ഇറ്റ് വർക്ക് എന്നുള്ളത് കൂടുതലും എനിക്ക് പുള്ളിയുടെ ബ്ലോഗിൽ നിന്നൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ലൈക്ക് വളരെ റെക്കഗ്നൈസ്ഡ് ആയിട്ട് നല്ല വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതെന്ന് വെച്ചാൽ യു ഹാവ് ടു ഫൈൻഡ് ദാറ്റ് പീപ്പിൾ ആൻഡ് ടോക്ക് ടു ദം. അപ്പോൾ അത് കോളേജിലായിരുന്ന സമയത്ത് അത് ആക്സസ് ഉണ്ട്. കാരണം പറഞ്ഞാൽ ഒന്ന് ലൈക്ക് നല്ല കോളേജാണെന്നുള്ളത് കൊണ്ട് ആൾക്കാർ സംസാരിക്കാൻ റെഡിയാണ്. പിന്നെ ഞങ്ങൾ ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഇത് പ്രപ്പോസ് ചെയ്തു, എന്താണ് ഒരു പ്രോജക്റ്റ് പ്രപ്പോസ് ചെയ്തു. ഏൺസ്റ്റ് ആൻഡ് യങ് ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞങ്ങൾ കോളേജിലേക്ക് ചുമ്മാ ലൈക്ക് ക്ലോസർ ആയതുകൊണ്ട് അവർ ആക്ച്വലി ലൈക്ക് സ്റ്റുഡൻസിൻ്റെ ഇവൻറ്റ്സും അങ്ങനെയൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇവൻറ്റിൽ എൻ്റെ ഒരു ഫ്രണ്ട് ലൈക്ക് ഹി പ്രപ്പോസ് വൺ ഓഫ് ദി ഐഡിയാസ് വിച്ച് വി ആർ ഡിസ്കസിങ്. അപ്പം അങ്ങനെ അത് പ്രപ്പോസ് ചെയ്തു, അവർക്ക് അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ പോയിന്റിൽ അവർക്ക് ഇന്റേൺസ് ഇല്ല, ലൈക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റേ ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നമുക്ക് ലൈക്ക് വിൽ ട്രൈ ഔട്ട് യു ആസ് ഇന്റേൺസ്. ഈ വൈയിൽ ഇന്റേൺസ് ആയിട്ട് ജോയിൻ ചെയ്തു. അതെന്ന് പറഞ്ഞാൽ ഒരു തേർഡ് ഇയർ ഓഫ് കോളേജ് ഒക്കെ ഈ വൈയിൽ ഫുള്ളി ഇന്റേൺസ് ആയിട്ട് ഫുൾ ഇയർ നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ കോളേജ് സപ്പോർട്ടീവ് ആണ്. ഈ പറഞ്ഞ ഇപ്പം ഞാൻ കാണാറുണ്ട് ഈ പറഞ്ഞ പോലെ ഇന്റേൺഷിപ്പിനാണെങ്കിൽ മാക്സിമം 1 month പ്രൊവൈഡ് ചെയ്യുന്നു പറയാറുണ്ട്. പക്ഷേ കമ്പനി സൈഡിലാണെങ്കിൽ ദേ നീഡ് മോർ മന്ത്സ് ടു വർക്ക് ഓൺ. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്പാരിറ്റി ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? അപ്പോൾ അത് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കോൺസെപ്റ്റേ ഇല്ലായിരുന്നു. അതായത് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ അറ്റൻഡൻസും അങ്ങനത്തെ ഇഷ്യൂസ് അതായിരുന്നു. ആ സമയത്ത് ടീച്ചേഴ്സ് എല്ലാവരും ലൈക്ക് ഓക്കെ ദേ ഡോണ്ട് കെയർ. അവർക്കെന്ന് പറഞ്ഞാൽ ഓക്കെ യു ആർ ഡൂയിങ് സംതിങ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ മാർക്സ് ഉണ്ടായിരുന്നെങ്കിൽ they don't actually care about like whether you are attending. അതുപോലെ അല്ല പല കോളേജിലും. I think that ഇപ്പോഴും still I know people who have been interns നല്ല കമ്പനികളിൽ ഇന്റേൺഷിപ്പ് കിട്ടും, but they cannot go because of the college policy. അപ്പോൾ അതൊന്നും മാറേണ്ട സമയമുണ്ട്. I think this might be a time where colleges also നമ്മുടെ ഇപ്പോഴത്തെ എന്താണ് APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി KTU എന്നായിരുന്നു ആ സമയത്ത് പേര്. ഇപ്പം പേര് ഫുള്ളി മാറ്റി തോന്നുന്നു. അതായത് അവരുടെ പ്രപ്പോസൽ ആ സമയത്തായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതായത് ഞാൻ അതിൽ ഇനീഷ്യൽ ഡിസ്കഷൻസിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് എന്താണ് ലൈക്ക് ആസ് എ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻറ്റ് വാട്ട് യു നീഡ് എന്നുള്ള ക്വസ്റ്റൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ലൈക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ഇതിനകത്ത്. അപ്പോൾ അവരുടെ മെയിൻ അജണ്ട തന്നെ പറഞ്ഞിരുന്നത് എന്താണ് സ്റ്റുഡൻസ് ഹാവ് മോർ പ്രോക്സിമിറ്റി ടുവേർഡ്സ് എന്താണ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇൻഡസ്ട്രി എക്സ്പേർട്സ് എന്നുള്ളതായിരുന്നു. അപ്പം ഇഫ് ഇറ്റ് ഡസൻ ഹാപ്പൻ നൗ ദെൻ യു ഹാവ് ടു റീതിങ്ക്. ശരിക്കും പറഞ്ഞാൽ ഒരു ലൈക്ക് 1 to 2 months എന്താണ് ആൾക്കാർക്ക് വിത്തിൻ കോളേജ് അവർക്ക് എക്സ്പോഷർ ഉണ്ടാവുക, വേറെ കമ്പനീസിൽ വർക്ക് ചെയ്യാനുള്ള ഇത് കിട്ടുക എന്നുള്ളത് വളരെ ലൈഫ് ചേഞ്ചിങ് ആണ്. അപ്പം അത് മാത്രമല്ല അതിനകത്ത് ലൈക്ക് ആക്ച്വൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് നോട്ട് ലൈക്ക് യു ആർ ഡൂയിങ് എ പ്രോജക്റ്റ് ഓർ എനിത്തിങ്. ആക്ച്വൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് is way different than means ആ പ്രൊജക്ട് വേഴ്സസ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇത് നല്ല കോൺട്രാസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ആക്ച്വലി കമ്പനീസിൽ വർക്ക് ചെയ്താലും മനസ്സിലാവുള്ളൂ ആ ഒരു. അതെ. ഞങ്ങൾ ശരിക്കും പറയാം കമ്പ്യൂട്ടർ സയൻസ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ലീനിയൻ്റ് ആയിരുന്നു. ടീച്ചേഴ്സ് നമ്മൾ അവിടെ ചെയ്ത വർക്ക് നമുക്ക് മെയിൻ പ്രോജക്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ സപ്പോർട്ടീവ് ആയതുകൊണ്ട് നമുക്ക് എളുപ്പമായിരുന്നു. പക്ഷെ എന്താ വേറെ ബ്രാഞ്ചസിൽ ഇരുന്ന ആൾക്കാർക്ക് അത്ര ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അത് പ്രൊജക്റ്റായിട്ട് തന്നെ എൻഡപ്പ് ചെയ്യും. അത് പ്രൊജക്റ്റായി എൻഡപ്പ് ചെയ്യും, അതിനകത്ത് ഇത് വരത്തില്ല. അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഏൺസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സാധനം അതായത് അവരുടെ ഒരു കോർ പാർട്ട് ഓഫ് എന്താണ് ഒരു വർക്ക് ഫ്ലോ ഇംപ്രൂവ് ചെയ്യാന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പം അത് നമ്മൾ വർക്ക് ചെയ്ത് വരുമ്പോഴാണ് പുതിയ ഐഡിയാസ് വരുന്നത്. അപ്പം അവിടെയുള്ള ഒരു PM പ്രൊജക്ട് മാനേജറും
ഞങ്ങളും കൂടെ വേറൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു ചെയ്തത്. അതായത് ആഫ്റ്റർ കോളേജ്. അപ്പം ലൈക്ക് നമ്മൾ നല്ല പ്ലേസ്മെന്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. സോ ഉണ്ടായിരുന്നു ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന പറഞ്ഞാൽ ഐ ഹാവ് ടു ഡു സംതിങ് ഡിഫറെൻറ്റ്. എന്താണ് ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ഇൻ യൂഷ്വൽ. എന്താ പറയുക, അവിടെ ആ സമയത്ത് വന്നുകൊണ്ടിരുന്നത് ആമസോൺ വന്നിരുന്നു, SAP ലാബ്സ് ഉണ്ടായിരുന്നു, എനിക്കൊന്ന് ഇൻറ്റ്യൂട്ട് ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ നല്ല കുറേ കമ്പനീസ് ഉണ്ടായിരുന്നു. അപ്പം like everyone who goes there stays there for like 6 years 7 years, then they would jump to another big company. അപ്പോൾ പറഞ്ഞാൽ I didn't find it that interesting. ലൈക്ക് ഞാൻ പറയില്ല, എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്റേൺഷിപ്പിന് പോയത് തന്നെ പറഞ്ഞാൽ നമ്മൾ ഈവനിങ്സിൽ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ എന്ന് പറഞ്ഞാൽ enthusiasm ലൈക്ക് ആ എനർജി വാസ് way different than what I was getting from people who have been already there. അപ്പം ആ പോയിന്റിൽ എന്ന് പറഞ്ഞാൽ I didn't choose to attend any of the interviews. പിന്നെ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഒരു ഇന്റർവ്യൂ മാത്രമായിരുന്നു, ലൈക്ക് ഇൻട്യൂട്ടിൻ്റെ ഇന്റർവ്യൂ എങ്ങാണ്ട് ലൈക്ക് എവറിബഡി ഹൂ ഇസ് എലിജിബിൾ ടു അറ്റൻഡ് ഷുഡ് അറ്റൻഡ്, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ they wouldn't come എന്നോ അങ്ങനെ എന്തോ ഒരു ക്ലോസ് വെച്ചതുകൊണ്ട് ലൈക്ക് I have attended. ബട്ട് അതല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ലൈക്ക് റൈറ്റ് ആഫ്റ്റർ കോളേജ് നമ്മൾ ലൈക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു കമ്പനി ഫോം ചെയ്തു. അതാണ് സെൻസോമേറ്റ് എന്ന് പറയുന്നതായിരുന്നു കമ്പനിയുടെ പേര്. നമ്മൾ ഇനീഷ്യലി ചെയ്തുകൊണ്ടിരുന്ന പറഞ്ഞാൽ ആപ്സ്, മൊബൈൽ ആപ്സ്, അങ്ങനെ ഒരു കൺസൾട്ടിങ് ഫേം എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യാന്നുള്ളതായിരുന്നു. പിന്നെ അത് പ്രോഡക്റ്റ് കമ്പനിയായി ഫോം ചെയ്തു. ആക്ച്വലി നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് കുറച്ച് പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു. നമ്മൾ മാസ്കറ്റ് മുനിസിപ്പാലിറ്റിയുടെ ഒരു പ്രോജക്റ്റ് ചെയ്തു. ലൈക്ക് ദാറ്റ് ഗേവ് സം മണി ടു ലൈക്ക് ബൂത്ത് സ്ട്രാപ്പ്. അപ്പം അത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. അതിനകത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഹാർഡ്വെയർ പ്രോഡക്റ്റ് ആണ്, ബ്ലൂടൂത്ത് ബേസ്ഡ്, പിന്നെ എന്ന് പറഞ്ഞാൽ തെർമോസ്റ്റാറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് നെസ്റ്റ് എന്ന് പറയുന്ന കമ്പനി കേട്ടിട്ടുണ്ടോ? ലൈക്ക് ഗൂഗിൾ അക്വയർ ചെയ്തു. അപ്പോൾ ഒരു തെർമോസ്റ്റാറ്റ്സ് ബിൽഡ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ അവർ ആക്ച്വലി ആ എൻറ്റയർ സെഗ്മെന്റ് റവല്യൂഷനൈസ് ചെയ്തതാണ്. അപ്പം ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മൾ കിംസിൽ ഇതെങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം എന്താ പറയുക, ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സംബഡി ഹാസ് ടു ഗോ ടു 5th floor, ചേഞ്ച് സം നോബ്സ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ താഴെ, അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഇരിക്കുന്ന ഓപ്പറേഷൻ തിയേറ്റർ മാറും, അതായത് അതിൻ്റെ ടെമ്പറേച്ചർ മാറും. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര, ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ് നൗ ഇറ്റ്സ് സ്റ്റുപ്പിഡ്, ലൈക്ക് ഇറ്റ് ഷുഡന്റ് ബി ദെയർ. അപ്പം അത് നമ്മൾ മാറ്റാന്നുള്ളതായിരുന്നു നമ്മുടെ ഇതിനകത്ത്. അപ്പം നമ്മുടെ തെർമോസ്റ്റാറ്റ്സ് ക്യാൻ ബി കൺട്രോൾഡ് യൂസിങ് മൊബൈൽ, എന്താണ് വൈഫൈ ബേസ്ഡ്, നമുക്ക് എവിടെ വരുന്ന കൺട്രോൾ ചെയ്യാം. ഒരു ഡാഷ്ബോർഡ് ഉണ്ട്, അതിനകത്ത് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം ഇതെല്ലാം നമ്മൾ എന്താണ് ഫുൾ പ്രോസസ് ഫ്രം ഡിസൈനിങ്, എന്താണ് നമ്മുടെ PCB ഡിസൈൻ തൊട്ട് സോഫ്റ്റ്വെയർ, എല്ലാ സാധനങ്ങളും നമ്മൾ ഇൻ ഹൗസ് ബിൽഡ് ചെയ്തതാണ്. എക്സ്റ്റേണൽ ഫണ്ടിങ് ഇല്ല ആ സമയത്ത് എന്ന് പറഞ്ഞാൽ. ആൾക്കാർക്ക് ഹൗ ലൈക്ക് യു അപ്രോച്ച് സംബഡി ടു ഗെറ്റ് മണി, അതും ഒന്നും നമുക്ക് എക്സ്പോഷർ ഇല്ല. ലൈക്ക് റൈറ്റ് ഔട്ട് ഓഫ് കോളേജ് ആണ്, എങ്ങനെയാണ് ഇത് റേസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ലൈക്ക് ഹാർഡ്വെയർന്ന് കേട്ടാൽ തന്നെ ഓടും. അത്ര ബേൺ ആണ് ജനറലി. കാരണം അത് കുറെ കൊല്ലങ്ങളോളം വർക്ക് ചെയ്തിട്ട് പിന്നെ അത് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ക്വിക്കായിട്ട് നമുക്ക് വാലിഡേഷൻ കിട്ടും. ഇയേഴ്സ് വർക്ക് ചെയ്തിട്ട് ലോഞ്ച് ചെയ്യുമ്പോൾ മാർക്കറ്റ് മാറിയിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ പ്രശ്നം വെച്ചാൽ നമ്മൾ ഇതിനെ എന്താണ് പ്രോട്ടോടൈപ്പ് ബിൽഡ് ചെയ്യണം. പ്രോട്ടോടൈപ്പ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ വി നോ ദാറ്റ് ദിസ് വർക്ക്സ്. അപ്പോൾ അത് ഇറ്റ് വിൽ ടേക്ക് ലൈക്ക് 3-4 months. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഇതിന്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ആക്കണം. അതായത് പറയാം, കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഐഫോൺ നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ കാണാനുള്ള ആ ഒരു ഇതും എന്താണ് യൂസബിലിറ്റി ഉണ്ടല്ലോ അതിന്റെ, അതെത്തിക്കാൻ കുറച്ച് കാലം പിന്നെയും വർക്ക് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് 1 year എന്തായാലും നമ്മൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ബൂത്ത് സ്ട്രാപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ സൈഡിൽ കൺസൾട്ടൻസി ചെയ്യണം, അതിന്റെ കൂടെ ആ മണിയെടുത്ത് നമ്മൾ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുക. ഈ ഒരു രീതിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് എന്താണ്, നമ്മൾ ആക്ച്വലി ലൈക്ക് നമുക്കൊരു ചൈനയിലൊരു പ്രൊഡക്ഷൻ പൈപ്പ് ലൈൻ ഉണ്ട്. ആൾക്കാർ, അതായത് നമ്മൾ വി മാറ്റ് വിത്ത് എ പേഴ്സൺ, അതായത് എൻ്റെ ഫ്രണ്ട് അവിടെ പോയി ചൈനയിൽ നിന്നു, ആളെ കണ്ടുപിടിച്ച് നമ്മളൊരു പ്രൊഡക്ഷൻ ലൈൻ സെറ്റപ്പ് ചെയ്തു. അയാൾ നമ്മളെ ഇവിടെ തിരുവനന്തപുരത്ത് വന്നു. എന്നിട്ട് ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടെന്ന് പുള്ളിക്ക് വിശ്വാസമായി. എന്നിട്ട് പുള്ളി പറഞ്ഞു, ഓക്കെ നമ്മളിത് ബിൽഡ് ചെയ്ത് തരാം. അതായത് നമ്മൾ അവർക്ക് റൈറ്റ്സ് ഇല്ല, അവർ ആക്ച്വലി ആ എന്താണ് മോൾഡും ബാക്കി സാധനങ്ങളും എല്ലാം ബിൽഡ് ചെയ്ത് തരും. നമ്മളിവിടെ ഒന്ന് അസംബിൾ ചെയ്ത് പ്രോപ്പറാക്കി എന്താണ് ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റും. അങ്ങനെ നമ്മളൊരു 250 pieces നമ്മൾ ഇവിടെയുള്ള ഹോസ്പിറ്റൽസിൽ നമ്മളത് വിറ്റു. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ, നമുക്കിത് സ്കെയിൽ ചെയ്യുന്നതിനനുസരിച്ച് കാശ് വേണം, പിന്നെയും കാശ് വന്നുകൊണ്ടേ ഇരിക്കണം. അതായത് പറഞ്ഞാൽ ഇത് ചെറിയ പൈസ അല്ലല്ലോ. ലൈക്ക് ആക്ച്വൽ ഹാർഡ്വെയർ ഉണ്ട് അതിനകത്ത് എന്തായാലും, അതായത് ആൾക്കാരെ കോസ്റ്റ് മാത്രമല്ല, ലൈക്ക് ഷിപ്പിംഗ് കോസ്റ്റ് ഉണ്ട്, അതിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് ഉണ്ട്. അപ്പം ഒരു പോയിന്റ് എത്തിയപ്പോൾ എന്ന് പറയാൻ നമുക്ക് വലിയ പ്രോജക്ട്സ് വേണം. അതായത് കൺസൾട്ടൻസി പ്രോജക്ട്സ് ആണെങ്കിൽ പോലും വലിയ പ്രോജക്ട്സ് വേണം. അതായത് ചെറിയ പ്രോജക്ട്സിൽ ഇത് ഒതുങ്ങി നിൽക്കത്തില്ല. അപ്പം നമ്മളൊരു വലിയൊരു ഗവൺമെൻറ് പ്രോജക്റ്റ് നോക്കി. അപ്പം ഞാൻ ബാംഗ്ലൂർ പോയി ഒരു 6 മാസം അവരുടെ അടുത്ത് സംസാരിച്ചു, എല്ലാം ചെയ്തു. അപ്പോൾ അതിനകത്ത് എന്ന് പറഞ്ഞാൽ വി നോ ദ സിസ്റ്റം ഇൻ ആൻഡ് ഔട്ട്. ആ എൻറ്റയർ
ഓർഗനൈസേഷൻ്റെ ലൈക്ക് സ്ട്രക്ചർ എങ്ങനെയാണ്, അവരെങ്ങനെയാണ് അസസ്മെന്റ്സ് നടത്തുന്നത്, അതിന്റെ ഫുൾ സ്ട്രക്ചർ അറിയാം. അതെന്ന് പറഞ്ഞാൽ ഐ കുഡ് ഹാവ് ഗോട്ടൺ ദെയർ ആസ് എ സബ്ജക്ട് എക്സ്പേർട്ട്. ആ ലൈനിൽ എനിക്ക് അതിന്റെ ഡീപ്പ് നോളജ് ഉണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രോജക്റ്റിൽ ഭയങ്കരമായി ബെറ്റ് ചെയ്തു. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് ഓൾമോസ്റ്റ് ലൈക്ക് 8 crores 9 crores വരുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അപ്പം അതിനകത്ത് എന്ന് പറഞ്ഞാൽ ആൾക്കാർ വേണം. അപ്പം വി വുഡ് ഗെറ്റ് ഇറ്റ് ഇൻ ലൈക്ക് 6 months 7 months ടൈം എന്നുള്ള രീതിയിൽ നമ്മൾ ആൾക്കാരെ ഫ്രീ അപ്പ് ചെയ്ത് തുടങ്ങി. പക്ഷെ ആ പോയിന്റ് എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഗവൺമെന്റ് വർക്ക് ചെയ്യുന്ന സാധനം ടെൻഡർ വിളിക്കും, ലോവസ്റ്റ് ടെൻഡർ ഉള്ള ആള് ഇത് കൊണ്ടുപോകും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇറ്റ് ഡസിൻ, അതായത് ടെക്നിക്കൽ ക്വാളിറ്റി അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എത്രത്തോളം നോളജ് ഉണ്ടെന്നുള്ളത് ഇസ് വൺ ഓഫ് ദ പോയിന്റ്സ്. അപ്പം അതിനകത്ത് എന്ന് പറഞ്ഞാൽ ദർ വിൽ ബി അതർ വെൻഡേഴ്സ് ഹു ക്യാൻ ആക്ച്വലി ഡെമോൺസ്ട്രേറ്റ് സിമിലർ തിങ്സ്, ബട്ട് ദേ മേ നോട്ട് ബി ഓഫ് യുവർ ക്വാളിറ്റി. അതായത് വാട്ട് യുവർ ബിൽഡിംഗ് അത്രയും ക്വാളിറ്റിയിൽ അവർക്ക് ദേ കനോട്ട് ബിൽഡ്. പക്ഷേ എന്ന് പറഞ്ഞാൽ ദേ ക്യാൻ ഡെമോൺസ്ട്രേറ്റ് ലൈക്ക് ബേസ് ലെവൽ എന്താ പറയുക ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം. അപ്പോൾ പ്രൈസിലേ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ കോട്ട് ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ വി എക്സ്പെക്ടഡ് ഇറ്റ് അറൌണ്ട് ടു ബി ലൈക്ക് 8 crore അല്ലെങ്കിൽ 9 crore പ്രോജക്റ്റ് ആയിരിക്കുന്നതാണ്. അപ്പം സംബഡി കോട്ടഡ് ഇറ്റ് ഫോർ ലൈക്ക് 5 crores. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ടൈം ലൈൻ വാസ് 6 months. ലൈക്ക് വിൽ ഗെറ്റ് ഇറ്റ് ഡൺ ഇൻ 6 months. അതിനുള്ള റാമ്പ് അപ്പും ബാക്കി ആൾക്കാരും എല്ലാം കോസ്റ്റും വെച്ചിട്ടാണ് നമ്മൾ 8 crores കോട്ട് ചെയ്തത്. അപ്പോൾ ദേ കോട്ടഡ് ഇറ്റ് ഫോർ 5. ഒബ്വിയസ്ലി ഇറ്റ് വെന്റ് ടു ദം. ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ 6 months എഫേർട്ട് ആ എഫേർട്ട് പോയി, നമ്മൾ ആൾക്കാരെ ഇത് ചെയ്തത് പോയി. അപ്പോൾ ബേസിക്കലി ലൈക്ക് ദർ വാസ് എ റിയൽ ക്യാഷ് ക്രഞ്ച്. അപ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ കൺസൾട്ടിങ് കമ്പനി ആയതുകൊണ്ട് യു കാണ്ട് റേസ് മണി. ലൈക്ക് എന്താണ് മേ ബി ലൈക്ക് സംബഡി വുഡ് ബൈ എ സ്റ്റേക്ക്. പക്ഷേ എന്താ ആക്ച്വലി ലൈക്ക് നമ്മൾ VC ഫണ്ടിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൺസൾട്ടിങ് കമ്പനീസിനില്ലല്ലോ. അപ്പം അത് ലൈക്ക് വി ഹാഡ് ടു ഷട്ട് ഇറ്റ് ഡൗൺ. അങ്ങനെയാണ് അത് ഷട്ട് ഡൗൺ ചെയ്തത്. പക്ഷേ ഫണിലി എന്താണ് ആ പ്രോജക്റ്റ് ലൈക്ക് ഇറ്റ് വെന്റ് ഓൺ ഫോർ 3 years ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദേ ഹാവ് യെറ്റ് മെയ്ഡ് ഇറ്റ് ലൈക്ക് ഓപ്പൺ ഫോർ ദി എൻറ്റയർ ഓർഗനൈസേഷൻ എന്നാണ് എനിക്ക് മനസ്സിലായത്. സോ ലൈക്ക് ദ കമ്പനി ഹു taken it, like it was like a government company itself. the tender win ചെയ്ത company. Like they didn't actually like deliver what they were promising. പക്ഷേ ലൈക്ക് തിങ്സ് ഹാപ്പൻ. അപ്പം ഇതുപോലെ ആയിരുന്നു നമ്മൾ ആ എക്സ്പെക്ടേഷനിൽ നിന്നും അത് വർക്കായില്ല. ദെൻ റിയൽ ക്യാഷ് പലരും കമ്പനി പിരിഞ്ഞു. വാട്ട് വാസ് ദ നെക്സ്റ്റ് തിങ്? എനിക്ക് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഞാൻ ബ്ലാങ്ക് ആയിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. അപ്പോൾ എനിക്കറിയാവുന്ന സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യാം, ഓക്കെ നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് കമ്പനീസിൽ അപ്ലൈ ചെയ്തു. എനിക്ക് തോന്നുന്നു പോസ്റ്റ്മാൻ അങ്ങനത്തെ കമ്പനീസിലൊക്കെ ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ട്രാക്ഷൻ ഓഫർ വന്നു. ട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു എന്താണ് ക്രഞ്ച് ബേസ് പോലത്തെ ഒരു കമ്പനിയാണ്. പക്ഷേ ഫോർ VCs അവർക്ക് എന്താ കമ്പനീസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, എൻ്റയർ ഡേറ്റ നിങ്ങൾക്ക് ലൈക്ക് എന്താണ് ഭയങ്കര ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. എന്താണ് കമ്പനി, ലൈക്ക് എന്ത് സെഗ്മെന്റിലാണ്, ഹൗ മെനി എംപ്ലോയീസ്, അവരുടെ ഫിനാൻഷ്യൽസ് എങ്ങനെയാണ്. അപ്പം ഇവിടെ എനിക്ക് തോന്നുന്നു പറയാൻ 100 rupees കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ ഡോക്യുമെന്റ് നമ്മൾ ഗവൺമെന്റിൽ കൊടുക്കുന്ന സാധനം കിട്ടും. അപ്പോൾ അവരത് വാങ്ങിച്ച് ആ ഡേറ്റയും കൂടെ ഇൻപുട്ട് ചെയ്യും. അപ്പോൾ ഫുൾ അതായത് ഒരു കമ്പനിയുടെ ഓൾമോസ്റ്റ് ഒരു ഹിസ്റ്ററി നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. അതായത് പർട്ടിക്കുലർലി ഇന്ത്യയിലുള്ളത് മച്ച് ബെറ്റർ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഇവരുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇവർ ക്ലാസിഫിക്കേഷൻ ഭയങ്കര നല്ലതാണ്. ക്രഞ്ച് ബേസിന്റെ ഇതെന്ന് പറയാം, ക്രഞ്ച് ബേസ് ലൈക്ക് ഔട്ട്സൈഡ് കമ്പനി ആയതുകൊണ്ട് തന്നെ അവർക്ക് ആ ക്ലാസിഫിക്കേഷൻ അത്ര ക്ലീൻ ആയി ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ കോസ്റ്റ് ഉണ്ടല്ലോ, ലൈക്ക് ആൾക്കാരുടെ കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു 500-600 അനലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവർ ഡെയിലി ലൈക്ക് നോക്കി ഒരു മാനുവലി ലൈക്ക് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതാണ് അവരുടെ കോർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അവിടെ എഞ്ചിനീയർ ആയിട്ട് ജോയിൻ ചെയ്തു. അപ്പം അതെനിക്ക് കുറേ സാധനങ്ങൾ ഇത് തന്നു. അതായത് പറഞ്ഞാൽ ലൈക്ക് ആഫ്റ്റർ സീഡ് ഹൗ മച്ച് പെർസെൻറ്റ് ഫൗണ്ടർ ഓൺസ്, ലൈക്ക് അല്ലെങ്കിൽ ആഫ്റ്റർ സീരീസ് എ വാട്ട് ഈസ് ദി ആവറേജ് പെർസെൻറ്റേജ് ഓഫ് ഓണർഷിപ്പ്. ലൈക്ക് ഇപ്പോൾ 1% കമ്പനി ആണെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഡൈനാമിക്സ് വർക്ക് ചെയ്യുന്നത്, 100% കമ്പനി ആണെങ്കിൽ ലൈക്ക് 4% കോ ഫൗണ്ടർ കമ്പനി ആണെങ്കിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ആ ഒരു ഇത്. പിന്നെ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ LPs ലൈക്ക് VCs ആ ഒരു എന്താണ് മൊത്തം ഡീൽ ഫ്ലോ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇവരെങ്ങനെയാണ് ഇതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളത് അതിനകത്ത് നിന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പറ്റിയായിരുന്നു. അപ്പം അതായിരുന്നു ലൈക്ക് കുറച്ചുകൂടെ എന്താ സ്റ്റാർട്ടപ്സ് ലൈക്ക് ഹൗ ഇറ്റ് ഫങ്ഷൻസ് എന്നുള്ളതിൻ്റെ കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായത്. സ്റ്റിൽ ലൈക്ക് വെരി നൂബ്, പക്ഷെ എന്താ പറയുക കുറേ കൂടെ അണ്ടർസ്റ്റാൻഡിങ് ദാൻ വാട്ട് ഐ ഹാഡ് ബിഫോർ. അപ്പോൾ അങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ലൈക്ക് എഗെയിൻ ഈ ഇതുണ്ടല്ലോ, ഈ ഇൻട്രസ്റ്റ് ഉണ്ട് എന്തില്ല, ഐ വോണ്ട് ടു ബിൽഡ് സംതിങ്, ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ലൈക്ക് ഫൈൻഡിങ് പ്രോഡക്ട്സ് ദാറ്റ് വർക്ക്സ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2016 ചാറ്റ്ബോട്ട് ആക്ച്വലി നമ്മൾ ഒരു ഐഡിയ ആയിട്ട് തുടങ്ങുന്നത്. അതെന്ന് പറഞ്ഞാൽ എൻ്റെ കോ ഫൗണ്ടർ സോജൻ, ലൈക്ക് നിതിൻ, പിന്നെ 2 ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നു, സോണി,
സുബിൻ എന്ന് പറഞ്ഞ്. സുബിൻ ഇപ്പം ഒരു കമ്പനി സെൽ ചെയ്തു, മൾട്ടിവോ എന്ന് പറഞ്ഞ്. സോണി ഇപ്പം എഞ്ചിനീയറിംഗ് മാനേജറാണ് പോസ്റ്റ്മാനിൽ. അവൻ മാർക്കറ്റ് ഫോക്സിലുണ്ടായിരുന്നു സോജൻ്റെ കൂടെ. നിതിൻ വാസ് വിത്ത് ചാറ്റ്വുഡ് ആസ് വെൽ. സോ അങ്ങനെ നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് കൂടിയിട്ട് ഒരു ഇത് തുടങ്ങി. എന്താണ്, നമ്മുടെ ഐഡിയ ആയിരുന്നു ആദ്യം. പിന്നെ മനോജ് എന്ന് പറഞ്ഞപ്പോൾ ഗിറ്റ് ലാബിലുള്ള ഒരു ആളും കൂടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇത്രയും പേരും കൂടെ ഒരു ഐഡിയ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് എല്ലാവരും ഫ്രഷ് ഡെസ്കിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവർക്ക് ആ ഫ്രഷ് സപ്പോർട്ട് സ്പേസ് നോളജ്. അവിടെ പ്രണവ് എവിടെയായിരുന്നു? ഞാൻ ആ സമയത്തെല്ലാം സെൻസമേറ്റിലായിരുന്നു, അട്രാക്ഷൻ സെൻസമേറ്റിലൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇവരായിരുന്നു കൂടുതലും ലൈക്ക് ഫ്രഷ് ഡെസ്കിനകത്തുണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഡൊമൈൻ കുറച്ചുകൂടെ അറിയാം എന്താണ് വർക്ക് ചെയ്യാന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഐഡിയക്കകത്തുനിന്നാണ് ഫസ്റ്റ് ഫ്രഷ് ഡെസ്കിനകത്ത് ആ സമയത്ത് നമ്മുടെ ലൈക്ക് സോഷ്യൽ മീഡിയ സപ്പോർട്ട് ഇല്ല. അതായത് ഇമെയിൽ സപ്പോർട്ട് ഉണ്ട്, വർക്ക്സ് വെരി വെൽ. പക്ഷേ സോഷ്യൽ മീഡിയ സപ്പോർട്ട് ഇല്ല. ഫേസ്ബുക്ക് ത്രൂ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് കാണാനുള്ള ഇന്റർഫേസ്. അതായത് പറയാൻ നമ്മൾ ലൈക്ക് വലിയ കമ്പനീസ് ആണെങ്കിൽ തൗസൻഡ്സ് ഓഫ് മെസ്സേജസ് വരും. ഹൗ ഡു യു ആക്ച്വലി മാനേജ് ഇറ്റ്? അങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ലൈക്ക് പ്രോഡക്റ്റ് ഗൈസ് ആണ്, നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം. ലൈക്ക് ഡിസൈൻ പീപ്പിളാണ് നമ്മൾ. നല്ല രീതിയിൽ നല്ല കാണാൻ കൊള്ളാവുന്ന നല്ല വെബ്സൈറ്റ് ഉണ്ട്, നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കി. എത്ര സമയം കൊണ്ട് ഉണ്ടാക്കി ഫസ്റ്റ്? എനിക്ക് തോന്നുന്നു ഒരു 2 months 3 months ലോഞ്ച് ചെയ്തത് നിങ്ങൾ? ആ സമയത്ത് ഒരു ആക്സിഡന്റൽ ലോഞ്ച് ആയിരുന്നു. നമ്മൾ ഒരാൾക്കത് കൊടുത്തു. ലൈക്ക് ഹൗ ഡു യു ഫീൽ അബൌട്ട് ദിസ്, എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടി ഒരു ട്രയൽ കൊടുത്തതാണ്. അപ്പോൾ പുള്ളി ഒരു ദിവസം പ്രോഡക്റ്റ് ഹാൻഡിൽ ഇട്ടു. പ്രോഡക്റ്റ് ഹാൻഡിൽ ഇട്ടു. അങ്ങനെയായിരുന്നു നമ്മളത് ലോഞ്ച് ചെയ്തത്. ലോഞ്ച് ചെയ്തിട്ട് വാട്ട് വാസ് ദ റെസ്പോൺസ് ലൈക്ക്? എത്ര റിപ്പോർട്ട് ഒക്കെ ഉണ്ടായിരുന്നു? എങ്ങനെയായിരുന്നു? എനിക്ക് തോന്നുന്നു അത് ആ സമയത്ത് അത്ര ഭയങ്കര ഹിറ്റൊന്നും ആയിരുന്നില്ല. മേ ബി ലൈക്ക് ടൈമിങ് ഭയങ്കര ഓഫ് ആയിരുന്നു. ലൈക്ക് എൻഡ് ഓഫ് ദ ഡേ അങ്ങാണ്ട് പോസ്റ്റ് ചെയ്തത്. ആ ഒരു മൺഡേ ട്യൂസ്ഡേ ആ ഒരു ടൈം ഫ്രെയിമും അങ്ങനെ ലൈക്ക് എന്താണ് എനിക്ക് തോന്നുന്നു ട്യൂസ്ഡേസിൽ ഇടണം. അങ്ങനെയൊക്കെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലായാലും ആൾക്കാർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഏത് സമയത്താണ് ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്കൊരു പ്ലേ ബുക്ക് ഉണ്ട് ഇന്ത്യയിൽ. നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം വാട്ട്സ് ദ റൈറ്റ് ടൈം ടു ലോഞ്ച് ദ പ്രോഡക്റ്റ്. അതാണ് എനിക്ക് തോന്നുന്നു ലൈക്ക് ആ ഒപ്റ്റിമൈസ് ചെയ്ത് ടൈമും പിന്നെ ലൈക്ക് ഡേറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് കമന്റ് ഇടുന്ന ഇതും പിന്നെ കുറെ ആൾക്കാരെ കൊണ്ട് അപ്ലോഡ് ചെയ്യിപ്പിക്കുന്നു. ലോട്ട് ഓഫ് തിങ്സ് ആർ. ചെറിയ ഗെയിമിംഗ് ഉണ്ട് അതിനകത്ത് എന്തായാലും. പക്ഷെ എനിക്ക് തോന്നുന്നു അന്ന് അത്രയും ലൈക്ക് ഈ ഇത്രയും ലൈക്ക് പോപ്പുലർ അല്ല. പക്ഷെ ലൈക്ക് ദർ വർ പീപ്പിൾ, ജെന്യൂൻ പീപ്പിൾ ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ പ്രോഡക്റ്റ്. അപ്പം നമുക്ക് അത്ര ട്രാക്ഷൻ ഇല്ലായിരുന്നു അതിനകത്ത്. ലൈക്ക് എനിക്ക് തോന്നുന്നു ഒരു 100 അപ്പോൾസോ ലൈക്ക് 200 അപ്പോൾസ് അങ്ങാണ്ടായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ലൈക്ക് ദിസ് വാസ് വേ ബാക്ക് ഇൻ 2017 ഐ ഗെസ്. തുടങ്ങിയിട്ടില്ല, ഉണ്ടാവില്ല, അതിന് മുന്നേ ആണ്. അപ്പോൾ ആ സമയത്ത് നമ്മളത് ലൈക്ക് ലോഞ്ച് ചെയ്തു. കുറച്ച് ആൾക്കാരുടെ ഫീഡ്ബാക്ക് വന്നു. പിന്നെ ഡിസൈൻ നല്ലതായതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാവരും നല്ലതെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ നോബഡി ആക്ച്വലി യൂസ് ദ പ്രോഡക്റ്റ് വെരി വെൽ. അതായത് പറഞ്ഞാൽ ലൈക്ക് ദർ വാസ് നോ റിയൽ യൂസേജ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ലൈക്ക് ഐ ക്യാൻ ടേക്ക് വൺ കസ്റ്റമർ ആൻഡ് സേ ദാറ്റ് യു നോ ദിസ് ഗായ് ഈസ് യൂസിങ് ദിസ് വെരി വെൽ എന്നുള്ളത് വി ആർ നോട്ട് ഏബിൾ ടു സീ ദാറ്റ്. പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്തു. അതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നമ്മൾ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തിട്ട് അവരുടെ ഇൻവെസ്റ്റേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാരുടെയൊക്കെ ലൈക്ക് ഹൗ ഡു വി പ്രൊസീഡ് എന്നുള്ള രീതിയിൽ ചോദിച്ചു തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയാണ് റോബിനെ പരിചയപ്പെടുന്നത്. റോബിനായിരുന്നു എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇൻവെസ്റ്റർ വിച്ച് ഐ ഹാവ് പിച്ച് ഡു. പിച്ചൊന്നും ആയിരുന്നില്ല, ലൈക്ക് ഞാൻ പോയിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ലൈക്ക് ഹി വാസ് ജെന്യുവൻലി ഇൻട്രസ്റ്റഡ്. പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കോൺവെർസേഷൻ കണ്ടിന്യൂ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ഹി വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ഹു വാസ് ആക്ച്വലി ലൈക്ക് ഹു വാസ് ഇൻവെസ്റ്റഡ് ഇൻ കമ്പനീസ് വിച്ച് ഐ ടോക്ക് ടു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ 500 സ്റ്റാർട്ടപ്സിൽ അപ്ലൈ ചെയ്തു. വി ഗോട്ട് എ കോൾ, പക്ഷേ വി ഡിഡ്ന്റ് ഗെറ്റ് ത്രൂ. ലൈക്ക് നമ്മൾ ഇന്റർവ്യൂ എടുത്തു, പക്ഷേ ഇറ്റ് വാസ് നോട്ട് സക്സസ്ഫുൾ. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിന്റെ ലൈക്ക് എന്താ പറയുക, ആദ്യം ഒരു ഇതുണ്ടല്ലോ, ഇങ്ങനെ ഒറ്റൊരു പോക്ക് പോവും. കുറെ പേര് പെട്ടെന്ന് സൈൻ അപ്പ് ചെയ്തു. പിന്നെ അത് ഗ്രാജുവലി ഡൈ ഡൗൺ ആയി. നമ്മുടെ മോട്ടിവേഷൻ അതിന്റെ കൂടെ ഡൈ ആയിക്കൊണ്ടിരിക്കും. പിന്നെ അതിന്റെ ലൈക്ക് ഒറിജിനൽ റീസൺ എന്ന് പറഞ്ഞാൽ ലൈക്ക് നോബഡി ഈസ് ആക്ച്വലി യൂസിങ് ദി പ്രോഡക്റ്റ്. എന്ന് പറഞ്ഞാൽ ലൈക്ക് റിയൽ യൂസേജ് ഇല്ല. അത് when I talk about it, then I would have thought there was people using it. പക്ഷേ എന്ന് പറഞ്ഞാൽ when I compare it with what I have right now, അപ്പോൾ like I can see the difference, like how real usage works and how it doesn't. ഈ ചാറ്റ്ബോട്ടിന്റെ like chatbot was launched in 2017. Yeah. പിന്നെ on the verge of shutting down. Yeah, we shut down. അതായത് നമ്മൾ 4 വഴിക്ക് പോയി. You went back to working Big Binary. ഞാൻ ബിഗ് ബൈനറി എന്ന് പറയുന്ന കമ്പനി ജോയിൻ ചെയ്തു. സോജൻ came to Big Binary. Subin I think went to Chiller or somewhere. പിന്നെ മനോജ് ഉണ്ടായിരുന്നത്, മനോജ് went to GitLab. He is still with GitLab. അപ്പോൾ അങ്ങനെ ലൈക്ക് നമ്മൾ വി ആർ ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. പക്ഷേ എന്ന് പറഞ്ഞാൽ വി സ്റ്റിൽ വാണ്ടഡ് ടു ബിൽഡ് എ പ്രോഡക്റ്റ്. അപ്പോൾ നമ്മളിങ്ങനെ പല ഐഡിയാസ് ട്രൈ ഔട്ട് ചെയ്യും. എനിക്ക് തോന്നുന്ന ഒരു ടെസ്റ്റിംഗ് പ്രോഡക്റ്റ് ട്രൈ ഔട്ട് ചെയ്തു. പക്ഷേ അത്രയും കൺവിക്ഷൻ ഇല്ല, ലൈക്ക് ഹൗ ഡു വി ബിൽഡ് എന്നുള്ള. അപ്പോൾ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ലൈക്ക് വാട്ട് വാസ് ദ
തിങ്ക് ദാറ്റ് യു വുഡ് കൺവിക്ഷൻ ഉണ്ടല്ലോ, ഈ കൺവിക്ഷൻ എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കിയത് ഫോർ ദ അറ്റ്ലീസ്റ്റ് ഫോർ ചാറ്റ്ബോട്ട് കൺവിക്ഷൻ എന്തായിരുന്നു? അതെ, അത് അതിനകത്തേക്ക് വരാം. അപ്പം ജനറലി നമ്മൾ ഐഡിയാസ് ട്രൈ ഔട്ട് ചെയ്യുക ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ ലൈക്ക് വാട്ട് വി ലൈക്ക്. അപ്പം നമ്മളിപ്പോൾ ഡെയിലി ലൈഫിൽ എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വി ഡിഡ്ന്റ് ലൈക്ക്, വി വോണ്ട് ടു ഓട്ടോമേറ്റ്. അതായിരുന്നു ടെസ്റ്റിംഗ് പ്രോഡക്റ്റിന്റെ മെയിൻ സാധനം. ഞാൻ എല്ലാ ദിവസവും പോയി ടെസ്റ്റ് എഴുതും, മാനുവലി ടെസ്റ്റ് ഒക്കെ എഴുതും, പക്ഷേ ഇത് വർക്കാവില്ല. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ സൈപ്രസ് ഇല്ലായിരുന്നു, അതിന് മുന്നേ ആണ്. ഇപ്പം കുറെ കൂടെ നല്ല ഇതുണ്ട്. അപ്പം നമുക്ക് അതിനകത്ത് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സാധനങ്ങൾ നമ്മൾ എടുത്തിട്ട് ഓട്ടോമേറ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു ഐഡിയ. അപ്പം അതൊരു പോയിന്റ് വരെ നമുക്ക് പോയി. പിന്നെ നമുക്ക് തോന്നി ഇറ്റ് ഡസൻറ്റ് ഹാവ് മച്ച് വാല്യൂ എന്നുള്ളത്. അതായത് സമയത്ത് ലൈക്ക് ബെറ്റർ പ്രോഡക്ട്സ് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ചാറ്റ്ബോട്ടിലേക്ക് തിരിച്ച് വീണ്ടും വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ലൈക്ക് സപ്പോർട്ട് സ്പേസ്, എനിക്ക് ലൈക്ക് ചാറ്റ് സ്പെസിഫിക്കലി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള സാധനമാണ്. അതായത് പറഞ്ഞാൽ എന്താ കമ്മ്യൂണിക്കേഷൻ മീഡിയം, ലൈക്ക് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ വാട്സാപ്പ് യൂസ് ചെയ്യും. അപ്പോൾ അതുപോലെ ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയം ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ചാലഞ്ചിങ് ആണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറെ ഇൻട്രസ്റ്റിംഗ് പ്രോബ്ലംസ് കാണാനും പറ്റും. അപ്പോൾ അതെപ്പോഴും ഇൻട്രസ്റ്റ് ഉള്ള സാധനമാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഹാക്കർ ന്യൂസിലാണ് ഫസ്റ്റ് ഒരു ഗിറ്റ് ലാബ്ഡ് വേർഷൻ ഓഫ് ഇന്റർകോം എന്ന് പറയുന്ന ഒരു കമന്റ് കാണുന്നത്. അതായത് ഗിറ്റ് ലാബ് എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് വേർഷൻ ഓഫ് ഗിറ്റ് ഹബ് പോലെയാണ്. പക്ഷേ ഈവൻ ദോ ലൈക്ക് they were in like the same time. എന്താണ് ഗിറ്റ് ഹബ് കംപ്ലീറ്റ്ലി പ്രൊപ്രൈറ്ററി, അവരുടെ കോഡ് ഓപ്പൺ അല്ല. ഗിറ്റ് ലാബ് ആണ് ഓപ്പൺ സോഴ്സ്, ഗിറ്റ് ഹബ് പ്രൊപ്രൈറ്ററി ആണ്. അപ്പം ഗിറ്റ് ലാബിൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് ഹോസ്റ്റ് ചെയ്യാം, എൻ്റെ കോഡ് ബേസ് വേറെ ആൾക്ക് ഷെയർ ചെയ്യേണ്ട. ലൈക്ക് എനിക്കത് ഹോസ്റ്റ് ചെയ്ത് ആ സൊല്യൂഷൻ ഹോസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ഗിറ്റ് റെപ്പോസിറ്ററീസ് ഒക്കെ ഗിറ്റ് ലാബിനകത്ത് ഇടാം. അപ്പോൾ അങ്ങനെ അതായത് സെൽഫ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഇന്റർകോം എന്നുള്ളതായിരുന്നു അതിനകത്തെ കമന്റ്. അപ്പൊ അത് ആലോചിച്ച് നോക്കിയ സമയത്ത് വല്ലപ്പോഴും അതെന്ന് വെച്ചാൽ റെഗുലർ ഡെയിലി യൂസർ അല്ല, പക്ഷെ എന്ന് പറഞ്ഞാൽ ഓക്കെ എന്താ പറയാ മെയിൻ തിങ്സ് ഒക്കെ എപ്പോഴും ഒക്കെ കണ്ടിട്ടുണ്ട്. അതായത് എന്തൊക്കെ മെയിൻ സാധനങ്ങൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ കോൺട്രവേഴ്സീസ് നടക്കുമ്പോഴൊക്കെ അത് കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ലൈക്ക് ഡെയിലി ഞാൻ ചെക്ക് ചെയ്യുന്ന ഒരു സാധനമല്ല. പക്ഷേ ലൈക്ക് വൺസ് ഇൻ എ വീക്ക്, യെസ്, വീക്ക്ലി ആക്റ്റീവ് യൂസർ ആണ്. ഈ കമന്റ് കണ്ട പിന്നെ അതായത് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓപ്പൺ സോഴ്സ് ചെയ്താൽ ഗുണമുണ്ടോ. ആ സമയത്തുള്ള മോട്ടിവേഷൻ വാസ് കോഡ് ക്യാൻ ബി ഓപ്പൺ സോഴ്സ്. ഡസ് ഇറ്റ് മേക്ക് സെൻസ് എന്നുള്ളതായിരുന്നു. ആക്ച്വലി ആ സമയത്ത് ഒരു ഓപ്പൺ സോഴ്സ് വേവ് ഉണ്ടായിരുന്നല്ലേ? എനിക്ക് തോന്നുന്നത് 2020 ഇഷാണ്. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ കുറേ ഓപ്പൺ സോഴ്സ് കമ്പനീസ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് ഗിറ്റ് ലാബ് വാസ് ക്ലോസർ ടു IPO. മാറ്റർമോസ്റ്റ് വലിയ കമ്പനിയായി, റോക്കറ്റ് ചാറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ലൈക്ക് കുറേ കമ്പനീസിൻ്റെ സക്സസ് കാണുന്ന സമയത്ത് ഓക്കെ ദിസ് ഇസ് എ പ്ലേ ബുക്ക് ദാറ്റ് വർക്ക്സ് എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി. അപ്പം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് 2021, 2022, 2023 ഒക്കെ ഒരുപാട് ഓപ്പൺ സോഴ്സ് കമ്പനീസ് വന്നു. അപ്പം നമ്മളുണ്ടാകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അത്രയും ലൈക്ക് പോപ്പുലർ അല്ല. ലൈക്ക് എന്താണ് ഓപ്പൺ സോഴ്സ് കമ്പനി ബിൽഡിംഗ് എ കമ്പനി ബേസ്ഡ് ഔട്ട് ഓഫ് ആൻ ഓപ്പൺ സോഴ്സ് ബിസിനസ് എന്ന് പറയുന്നത് അത്ര പോപ്പുലർ അല്ല. പക്ഷേ ലൈക്ക് ദർ വർ എ ലോട്ട് ഓഫ് ഓപ്പൺ കോർ എന്ന് പറയുന്നതാണ്. ലൈക്ക് ഓപ്പൺ സോഴ്സ് ഓൾറെഡി ഉണ്ട്, റെഡ് ഹാറ്റ് പോലത്തെ വലിയ ബിഗ്ഗർ കമ്പനീസ് ഉണ്ട്. പക്ഷേ ഓപ്പൺ കോർ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ലൈക്ക് കോർ പീസ് ഓഫ് പ്രോഡക്റ്റ് ഈസ് ഓപ്പൺ സോഴ്സ്. പക്ഷേ എന്താ പറയുക ദർ ഇസ് എ പ്രൊപ്രൈറ്ററി പീസ് വിച്ച് നീഡ്സ് എ ലൈസൻസ് വിച്ച് യു വിൽ സെൽ. അങ്ങനെ ഒരു ബിസിനസ് മോഡൽ വളരെ റെയർ ആയിരുന്നു. അതെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് കമ്പനീസ് മാത്രമേ ഉള്ളൂ. വി ക്യാൻ നെയിം ദം. അത്രയും കുറച്ച് കമ്പനീസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ ആലോചിച്ച സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്കിത് ഓപ്പൺ സോഴ്സ് ചെയ്ത് നോക്കാം എന്നുള്ള ഒരു ഐഡിയയിലേക്ക് എത്തി. ദെൻ വി സാറ്റ് ഓൺ ഇറ്റ് ഫോർ ലൈക്ക് 6 months. നമ്മൾ ലൈക്ക് പ്രോഗ്രസ് ഒന്നും ഉണ്ടാക്കിയില്ല. എന്താണ് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരുന്നത് ഗിറ്റ് ലാബ്ഡ് വേർഷൻ ഓഫ് ഇന്റർകോം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. അപ്പം എന്താ പറയുക ഓപ്പൺ സോഴ്സ് സെൽഫ് ഹോസ്റ്റബിൾ ഇന്റർകോം അതൊരു പ്രോമിസിങ് ആസ്പെക്ട് ആയിരുന്നു. പക്ഷേ നമ്മൾ ഓപ്പൺ സോഴ്സ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ ഇവിടെ ഓപ്പൺ സോഴ്സ് ആക്ച്വലി ലൈക്ക് നമ്മൾ മുന്നേ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ ഭയങ്കര പോപ്പുലർ ആയിരുന്നു. അതായത് ITH സ്കൂൾ എന്ന് പറഞ്ഞ് ഓപ്പൺ സോഴ്സിൻ്റെ ഒരു മൂവ്മെൻറ്റ് തന്നെ ചെറുപ്പം തൊട്ടേ ഉണ്ട്. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ലൈക്ക് വി വർ ഫെമിലിയർ വിത്ത് ദ ടേം ഹൗ ഇറ്റ് വർക്ക്സ്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താണ് ഡെബിയൻ ഫെസ്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടെന്ന് പറഞ്ഞാൽ ഹൗ പീപ്പിൾ കോൺട്രിബ്യൂട്ടഡ് ടു ഓപ്പൺ സോഴ്സ് എന്നുള്ളത് അറിയാമായിരുന്നു. ആ സമയം വരെ കോൺട്രിബ്യൂട്ടർ ആയിരുന്നു. ലൈക്ക് വി ആർ നോട്ട് ബിൽഡിംഗ് സംതിങ് ഇൻ ഓപ്പൺ സോഴ്സ്. അപ്പം വി തോട്ട് വി വുഡ് ട്രൈ ഇറ്റ് ഔട്ട്. പക്ഷേ അറ്റ് സം പോയിന്റ് നമ്മളിങ്ങനെ ലൈക്ക് പ്രൊക്കാസിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ലൈക്ക് ഇറ്റ് ടുക്ക് അബൌട്ട് ലൈക്ക് 6-7 months ഫോർ അസ് ടു ഫൈനലി ഓപ്പൺ സോഴ്സ്. അപ്പം ഓപ്പൺ സോഴ്സ് ചെയ്തതും ലൈക്ക് ഫുള്ളി പ്ലാൻഡ് ഒന്നുമല്ല, ചുമ്മാ ഓപ്പൺ സോഴ്സ് ചെയ്തു. അപ്പം ദർ വർ AWS keys and everything. അപ്പോൾ നിങ്ങൾ ആക്ച്വലി കോഡ് ബേസ് എടുത്തിട്ട് ഗിറ്റബിൽ ഇട്ടു.
കോഡ് ബേസ് ഗിറ്റബിലായിരുന്നു ഓൾറെഡി. അപ്പം നമ്മളത് പുതിയൊരു റെപ്പോസിറ്ററി ഉണ്ടാക്കി പബ്ലിക് റെപ്പോസിറ്ററിയിലേക്ക് പുഷ് ചെയ്തു വിത്ത് ഓൾ കമ്മിറ്റ് ഹിസ്റ്ററി ആൻഡ് എവറിത്തിങ്. അപ്പം ഓപ്പൺ സോഴ്സ് ആക്കിയിട്ട് നിങ്ങൾ ഫസ്റ്റ് തിങ് എന്ത് ചെയ്ത് ഹാക്കർ ന്യൂസ് കൊണ്ടിട്ടോ? ഇല്ല ഒന്നും ചെയ്തില്ല. നമ്മൾ ജസ്റ്റ് ഓപ്പൺ സോഴ്സ് ചെയ്തേ ഉള്ളൂ. അതായത് ഓപ്പൺ സോഴ്സ് ചെയ്ത് നമുക്കൊന്ന് ബ്രീത്ത് ചെയ്യാൻ ശ്വാസം കിട്ടുന്നതിന് മുന്നേ തന്നെ നമ്മുടെ AWS അക്കൗണ്ട് അടിച്ചുപോയി. അപ്പോൾ അവരെ ബാൻ ചെയ്തു. കീസ് ഒക്കെ ഓപ്പൺ ആയതുകൊണ്ട് ഫുള്ളിയിലേക്ക് അവർ ബാൻ ചെയ്തു. അപ്പോൾ നമ്മളത് വീണ്ടും ഓപ്പൺ സോഴ്സ് പ്രൈവറ്റ് ആക്കി. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്ത് കമ്മിറ്റ് ഹിസ്റ്ററി ഒക്കെ കളഞ്ഞു. എന്നിട്ട് ഫസ്റ്റ് ഇനീഷ്യൽ കമ്മിറ്റ് എന്നുള്ള രീതിയിൽ വീണ്ടും ഓപ്പൺ സോഴ്സ് ചെയ്യുകയാണ് ചെയ്തത് സെയിം റെപ്പോയ്ക്കകത്ത്. അപ്പം അത് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ അതിനകത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കോൺസ്റ്റന്റ്ലി വർക്ക് ചെയ്യുമായിരുന്നു. അതായത് ഞാൻ പറഞ്ഞില്ലേ, അതായത് ബിഗ് ബൈനറിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ വീക്കെൻഡ്സിൽ വർക്ക് ചെയ്യും, വീക്ക് ഡേയ്സിൽ ബിഗ് ബൈനറി വർക്കുണ്ട്. അപ്പം നമ്മളങ്ങനെ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം സോജൻ ആ സമയത്ത് ഫുള്ളി ജോയിൻ ചെയ്തു, അവനും ഫുള്ളി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ള രീതിയിലായിരുന്നു. അപ്പം അതിനകത്ത് ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് കോൺട്രിബ്യൂട്ടേഴ്സിന് വേണം. അതാണല്ലോ ലൈക്ക് മെയിൻ. എന്തെങ്കിലും ഒരു അട്രാക്ഷൻ വേണം. കമ്മ്യൂണിറ്റിയാണ്. അപ്പം അതിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ലൈക്ക് പ്രോഡക്റ്റ്, അതായത് പല ടൈപ്പ് ഓഫ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. നമുക്കിപ്പോൾ പ്രോഡക്റ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്, അതായത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന യൂസേഴ്സ്. ഇപ്പോൾ കേരള പ്രോഡക്റ്റ് ഹണ്ട് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അതിനെന്ന് പറഞ്ഞാൽ ലൈക്ക് ദാറ്റ് ഇസ് ബേസ്ഡ് ഓൺ പ്രോഡക്റ്റ് ഹണ്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് അതിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ യൂസേഴ്സ് ആണ് ജനറലി ലൈക്ക് അതിനകത്ത് പ്രോഡക്റ്റ് കമ്മ്യൂണിറ്റി ആയിട്ട് വരുന്നത്. അപ്പം പ്രോഡക്റ്റ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ഇതുണ്ട്, അതായത് യൂസേഴ്സ് കമ്മ്യൂണിറ്റി ഉണ്ടാവും. അതായത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് വെച്ചിട്ട് വേറെ ആൾക്കാർ സെല് ചെയ്യുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിറ്റി ഉണ്ടാവും. ഡെവലപ്പർ കമ്മ്യൂണിറ്റീസ് ഉണ്ടാവാം. അതായത് സ്പെസിഫിക്കലി ലൈക്ക് ടാർഗറ്റ് ചെയ്യുന്ന, അതായത് എന്ന് പറഞ്ഞാൽ കോഡ് കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ കോഡ് ബേസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യുന്ന. ഇപ്പം നമ്മുടെ സൂപ്പർവൈസ് എന്ന് പറയുന്ന ഒരു ഡെവലപ്പർ കമ്മ്യൂണിറ്റിയാണ്. അവരുടെ മെയിൻലി ലൈക്ക് പ്രോഡക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കൂടുതലും ഡെവലപ്പേഴ്സാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ പല ടൈപ്പ് ഓഫ് കമ്മ്യൂണിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് എന്ന് പറഞ്ഞാൽ ഓപ്പൺ സോഴ്സ് ആണെങ്കിൽ ഏറ്റവും ഈസിയസ്റ്റ് ഡെവലപ്പേഴ്സിനെ ഫസ്റ്റ് നമ്മളിതിലേക്ക് ഓൺ ബോർഡ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതായിരുന്നു നമ്മൾ ആദ്യം ട്രൈ ഔട്ട് ചെയ്തത്. അപ്പം അതിനകത്ത് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഹാക്ടോബർ ഫെസ്റ്റ് എന്ന് പറഞ്ഞ് അപ്പം പോപ്പുലർ ആയിരുന്നു, ഇപ്പം വളരെ നെഗറ്റീവാണ്. പക്ഷേ അതിനകത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ 4 PR ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ദേ വിൽ സെൻഡ് യു എ ടീ-ഷർട്ട് ഓൺ ഇൻ ഒക്ടോബർ. അപ്പോൾ അതായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ ഞാനും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് മുന്നേ ഹാക്ടോബർ ഫെസ്റ്റിനകത്ത്. എന്തെങ്കിലും ഒരു 3 വർഷത്തെ ടീ-ഷർട്ട് ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ലൈക്ക് ഐ ന്യൂ ഹൗ ലൈക്ക് ദേ മെയ്ഡ് ഇഷ്യൂസ്. ലൈക്ക് അതായത് നമ്മളിപ്പോൾ പറഞ്ഞാൽ പുതിയ റെപ്പോസിറ്ററി പോയി കഴിഞ്ഞാൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഒരു ബാരിയർ ഉണ്ട്, ലൈക്ക് വെരി ഹൈ ആണ്. അതായത് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിനെ പറ്റി അറിയണം, കോഡ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തെന്ന് അറിയണം, കോഡ് കോൺട്രിബ്യൂഷൻ ഗൈഡ് ലൈൻസ് അറിയണം. അതൊക്കെ വെച്ചിട്ട് നമ്മളൊരു PR ഇടണം, ലൈക്ക് വിച്ച് ടേക്സ് എ വെരി ലോങ് ടൈം. ഫുൾ റിക്വസ്റ്റ്. അതായത് എന്ന് പറഞ്ഞാൽ കോഡുണ്ട്, കോഡിൽ നമ്മളൊരു ചേഞ്ച് വന്നു, ആ ചേഞ്ചിനെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നതാണ് ലൈക്ക് പുൾ റിക്വസ്റ്റ് ആയിട്ട്. അതായത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന ചേഞ്ചസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഇതുകൊണ്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ കോഡിലെ ചേഞ്ചസ് അവർക്ക് ചെയ്യാം. നമ്മൾ PR ഇടുമ്പോൾ വേറെ ആൾ വന്ന്, അതായത് ആരാണോ ലൈക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾ, അയാൾ അത് ഓക്കെ ആണെങ്കിൽ അത് മെർജ് ചെയ്യും. മെർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഡ് അതിന്റെ പാർട്ടായി. അതായത് പറയാം നമ്മൾ ചെയ്ത ചേഞ്ചസ് അതിനകത്ത് അപ്ലൈ ചെയ്തു, അത് മെർജ് ചെയ്യും. അപ്പോൾ ആ ഒരു പുൾ റിക്വസ്റ്റ് 4 പുൾ റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ടീ-ഷർട്ട് കിട്ടും എന്നുള്ളതായിരുന്നു അതിനകത്തെ ഒരു മെയിൻ ഇത്. പക്ഷേ എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രോമിസിംഗ് ആയി തോന്നിയത് ആ സമയത്ത് നമുക്ക് നല്ല കമ്പനീസിന്റെ റെപ്പോയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അതായത് റെപ്പോസിറ്ററീസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. കാരണം അവർ ആ സമയത്ത് അത് ബാരിയർ ഭയങ്കര ലോ ആയിരിക്കും. അവരെന്ന് പറഞ്ഞാൽ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഇഷ്യൂസ് ആക്കി മാറ്റി, അതിനെ പിക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാക്കി മാറ്റിയിട്ടാണ് അത് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി ലൈക്ക് ഒരു കുറച്ച് എഫേർട്ട് ഇടണം, ബട്ട് സ്റ്റിൽ ലൈക്ക് ഇറ്റ് വാസ് വേ ലെസർ ദാൻ എന്താണ് യു ഡയറക്ട്ലി കോൺട്രിബ്യൂട്ടിംഗ് ടു ലിനക്സ് ഓർ സംതിങ്. എന്ന് പറഞ്ഞാൽ ലൈക്ക് ടേക്സ് ലൈക്ക് എ ലോട്ട് ഓഫ് ടൈം ടു ലേൺ, റൈറ്റ്? അപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഓപ്പൺ സോഴ്സിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു ഡെവലപ്പറെ സംബന്ധിച്ചോളം അത് വേഗം എന്താ പറയുക, ഫസ്റ്റ് PR ഇടുമ്പോൾ ദെൻ ഗെറ്റ് മെർജ്ഡ് ആകുമ്പോൾ അവർക്കൊരു ഒരു എന്തൂസിയാസം ഉണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് പറഞ്ഞാൽ കോഡ് കോൺട്രിബ്യൂഷൻസ് അല്ല, ഞാൻ കൂടുതൽ ഡോക്ക് കോൺട്രിബ്യൂഷൻസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ സെയിൽസ് എന്ന് പറഞ്ഞൊരു ഫ്രെയിം വർക്ക് ഉണ്ട്, റെയിൽസ് പോലെ ലൈക്ക് Node.js-നുള്ള സെയിൽസ് എന്ന് പറഞ്ഞ ഫ്രെയിം വർക്ക് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് 2013-14 ഞാൻ ആദ്യമായി കാണുന്നത്. അപ്പം ദാറ്റ് വാസ് ലൈക്ക് വേ ബെറ്റർ ദാൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ്സിൽ നമ്മളെല്ലാം സ്വന്തമായി ഉണ്ടാക്കി ചെയ്യുന്നതിനേക്കാളും ഈസിയർ ആയിരുന്നു. അതിനകത്ത് നമുക്ക് വെബ് സോക്കറ്റ്സ് ഉണ്ടെങ്കിൽ അത് ബൈ ഡിഫോൾട്ട് സപ്പോർട്ട് ഉണ്ട്, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കോഡിങ് പാറ്റേൺസ് ഉണ്ട്. അപ്പം അങ്ങനെ ഞാൻ ചെയ്തു വരുന്ന സമയത്ത് ഐ ഫൗണ്ട് സർട്ടൻ പീസസ് ഓഫ് ഡോക്യുമെന്റേഷൻ വിച്ച് വാസ് ലാക്കിംഗ്. അപ്പോൾ അതായിരുന്നു എൻ്റെ ആദ്യത്തെ കോൺട്രിബ്യൂഷൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എ ഡെവലപ്പർ ദാറ്റ് part which I have contributed was there for like 6-7 years. That is something which I am proud of. Everybody who does that has their own motivation. Like open source എന്തിനു വേണ്ടി
കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളത് പല രീതിയിൽ പല ആൾക്കാർ പല മോട്ടിവേഷൻസ് ആണ്. ചില ആൾക്കാർ എന്താണ് ഈ ഇതുപോലെ ലൈക്ക് ഇങ്ങനത്തെ മോട്ടിവേഷൻ ഉണ്ട്. ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ പേഴ്സണലി എന്താണ് ലൈക്ക് ഐ എം ഗെറ്റിംഗ് ബെറ്റർ എന്നുള്ളൊരു ഫീലിംഗ് വരും. പിന്നെ ചില ആൾക്കാർക്കാണെങ്കിൽ മണി തന്നെയുണ്ട്. ചില കമ്പനീസ് ആക്ച്വലി എന്ന് പറഞ്ഞാൽ അവരുടെ എംപ്ലോയീസിന് ഇൻസെൻറ്റീവ്സ് കൊടുക്കും, അതായത് മോണിറ്ററി ഇൻസെൻറ്റീവ്സ് കൊടുക്കും, അതായത് ഓപ്പൺ സോഴ്സ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ലൈക്ക് പല രീതിയിലാണ്. എനിക്ക് തോന്നുന്നു GNU ഫിലോസഫി എന്ന് പറഞ്ഞ് GNU.com പോയി കഴിഞ്ഞാൽ അവരുടെ .org പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു ആർട്ടിക്കിൾ തന്നെയുണ്ട്, ലൈക്ക് വൈ പീപ്പിൾ കോൺട്രിബ്യൂട്ട് ടു ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു സാധനം തന്നെയുണ്ട്. അപ്പോൾ അതിൽ ഏത് തരം മോട്ടിവേഷൻ ആണെങ്കിലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ, ലൈക്ക് ആസ് ലോങ് ആസ് കമ്മ്യൂണിറ്റി ബെനിഫിറ്റ്സ്. അതായിരുന്നു. അപ്പം ഹാക്കോവർ ഫെസ്റ്റും അതുപോലെയായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ടീഷർട്ട് ആയിരുന്നു അവരുടെ മോട്ടിവേഷൻ, വിച്ച് ഇസ് ഫൈൻ. ചാറ്റ്ബോട്ട് ലോഞ്ച് ചെയ്തിട്ട് ഹാക്കോവർ ഫെസ്റ്റിൽ പാർട്ടാവും, then there will be people coming to chatbot. അതായത് അവരൊരു ലേബിൾ തരും, ലൈക്ക് ഹാക്കോവർ ഫെസ്റ്റ് എന്ന്. അത് ഗിറ്റബിൽ ഡയറക്റ്റ്ലി നമുക്ക് ഗ്ലോബലി സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ന് പറഞ്ഞാൽ വിസിബിലിറ്റി ഭയങ്കര ഈസിയർ ആണ്. പെട്ടെന്ന് എന്താണ് ആൾക്കാർക്ക് കോൺട്രിബ്യൂട്ടേഴ്സ് വന്നിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 20-25 കോൺട്രിബ്യൂട്ടേഴ്സ് ആ ഒരു വിത്തിൻ 1 month ടൈം വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെയും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പം ആ പോയിന്റിൽ എന്ന് പറഞ്ഞാൽ ചെറിയ യൂസേജസ് വന്നു തുടങ്ങി. ആൾക്കാർ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുന്ന, അതായത് ഈ ഓപ്പൺ സോഴ്സ് ഓൾട്ടർനേറ്റീവ് ടു ഇന്റർകോം അല്ലെ സെൻഡെസ്ക് എന്നുള്ള സെർച്ച് ടേമിനകത്ത് വരുന്ന ആൾക്കാർ നമ്മുടെ സാധനം ട്രൈ ഔട്ട് ചെയ്യാൻ തുടങ്ങി. ചെറിയ തരത്തിലുള്ള റിയൽ യൂസേജ് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള സാധനങ്ങൾ വന്നു തുടങ്ങി. അതെന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർലി നമുക്ക് അറിയാം നേരത്തെ, ലൈക്ക് ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ബിഫോർ, നൗ വി നോ പീപ്പിൾ ആർ ആക്ച്വലി യൂസിങ് ഇറ്റ്. ലൈക്ക് എന്താണ്, നമ്മളൊരു വെബ്സൈറ്റ് ലൈവ് ചാറ്റ് അതിനകത്ത് ബിൽഡ് ചെയ്തായിരുന്നു നമ്മൾ ഓപ്പൺ സോഴ്സിന് മുന്നേ. അപ്പോൾ അത് അവരുടെ വെബ്സൈറ്റിൽ കൊണ്ടിട്ട് അത് ലോഞ്ച് ചെയ്ത ആൾക്കാർ അതിനകത്ത് നിന്ന് ചാറ്റ് ചെയ്ത് തുടങ്ങുക എന്ന് പറയുന്നത് മേക്സ് സ്റ്റാർട്ട് ഓഫ് ലൈക്ക് എ റിയൽ യൂസേജ്. അപ്പം അതായിരുന്നു സ്റ്റാർട്ടിങ്. അപ്പം അതിനകത്ത് പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ ലൈക്ക് വി ഡിഡ് നോ ലൈക്ക് ഹൗ ടു ആക്ച്വലി ഗ്രോ. അതായത് നമുക്കിപ്പം കമ്മ്യൂണിറ്റി ഉണ്ട്, ചെറിയ കോൺട്രിബ്യൂഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹൗ ഡു വി ഗെറ്റ് ടു വൈഡർ ഓഡിയൻസ്? അപ്പം അത് നോക്കുമ്പോൾ ഒന്ന് ഓപ്പൺ പ്രോഡക്റ്റ് ഹണ്ടാണ്. പ്രോഡക്റ്റ് ഹണ്ടിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിരിക്കുന്നത്, പ്രോഡക്റ്റ് ഹണ്ടിനകത്ത് നമ്മൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇഫ് യു ഹാവ് ലൈക്ക് എ റിയൽ പ്രോഡക്റ്റ് വിച്ച് വർക്ക്സ് വെരി വെൽ, അതിനകത്ത് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ദേ ക്യാൻ ട്രൈ ഇറ്റ് ഔട്ട് ഈസിലി. ഇറ്റ് ഇസ് ദ ബെസ്റ്റ് പ്ലേസ് ഫോർ യു ടു മാർക്കറ്റ്. അപ്പം അതിനകത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് സം അഡോപ്ഷൻ ഇനീഷ്യലി. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ നമുക്ക് ക്ലൗഡ് വെർഷൻ ഇല്ല, ആൾക്കാർ ഡൗൺലോഡ് ചെയ്യണം, അവരുടെ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം. എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് പ്രോസസ്സ് തന്നെയുണ്ട്. റെഡിറ്റ് അങ്ങനത്തെ ഹാക്കർ ന്യൂസ് പോലത്തെ സാധനങ്ങളായിരുന്നു. അപ്പൊ അങ്ങനെ ഹാക്കർ ന്യൂസ് ലോഞ്ച് ചെയ്യാന്നുള്ള ഒരു ഐഡിയ വന്നു. ഹാക്കർ ന്യൂസ് റീഡ് ചെയ്യുമായിരുന്നു, പക്ഷെ നമ്മൾ ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല. അപ്പം അതും ഇതേപോലെ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്ത് പോയപ്പോൾ ഒരു മന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു ദിവസം നൈറ്റ് ഓക്കെ നമ്മളിത് ഇന്ന് ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞ് ചുമ്മാ ലോഞ്ച് ഓപ്പൺ സോഴ്സ് ഓൾട്ടർനേറ്റീവ് ടു ഇന്റർകോം, ഷോ എച്ച് എൻ ഓപ്പൺ സോഴ്സ് ഓൾട്ടർനേറ്റീവ് ടു ഇന്റർകോം. ഇത് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. അതിനകത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ആ 12 മണിക്ക് രാത്രിയാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ചെറിയൊരു സ്റ്റോറി എഴുതി, ഞാൻ ഇങ്ങനെ ഒരു ബിൽഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്ന് പറഞ്ഞാൽ ഇത് പൊട്ടിപ്പോയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളിത് തിരിച്ചു കൊണ്ടുവരുന്നതാണ് ഓപ്പൺ സോഴ്സ് ആയിട്ട്. അപ്പോൾ ആൾക്കാർക്ക് ആ സ്റ്റോറി ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു, മേ ബി ഫോർ സം റീസൺ. അതെന്ന് പറഞ്ഞാൽ ലൈക്ക് ലോട്ട് ഓഫ് റെസ്പോൺസസ് കെയിം. അപ്പോൾ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ നമ്മൾക്ക് വെബ്സൈറ്റ് ഉണ്ടായിരുന്നു, ആ സമയത്ത് നമ്മൾ ലൈവ് ചാറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. വി ഹാഡ് around 15,000 unique visitors in that one എന്താ ഒരു 6 hour 7 hour window. ആ ഒരു ലൈക്ക് നമ്മൾ ഫ്രണ്ട് പേജ് ആക്റ്റീവ് ടോപ്പ് 10 ഉണ്ടായിരുന്നു, ലൈക്ക് ആൾക്കാർക്ക് വിസിബിൾ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ended up with like 400 upvotes or something, like more than 400 upvotes. സ്റ്റാർസ് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു 100-ish ആയിരുന്നു. അത് ഒറ്റയടിക്ക് 1.6 മുകളിൽ പോയി, അതായത് 1600 അത്രയും നമ്പറിലേക്ക് എത്തി. ഓൾമോസ്റ്റ് ആ ഒരു നമ്പർ ആയിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര പോപ്പുലറായി. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ വിത്തിൻ ലൈക്ക് കപ്പിൾ ഓഫ് ഡേയ്സ് റിയൽ യൂസേജ് വന്നു തുടങ്ങി. അതായത് പറഞ്ഞാൽ ആൾക്കാർ റിയൽ പ്രോബ്ലംസും കൊണ്ടുവരാൻ തുടങ്ങി. അതായത് ഈ ഫീച്ചർ ഇങ്ങനെയല്ല വർക്ക് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ഇത് ഫിൽഡ് ചെയ്യേണ്ടത്. അതെന്ന് പറഞ്ഞാൽ റിയൽ ഇൻസൈറ്റ് ആണ്. നമുക്ക് സപ്പോർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടെന്നല്ലാതെ ആക്ച്വലി ലൈക്ക് എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന സാധനം ആക്ച്വലി മാറ്റർ ചെയ്യും. അതായത് നമ്മളൊരു ഫീച്ചർ ബിൽഡ് ചെയ്യുവാണ്, ഫീച്ചർ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമുക്കൊരു ഐഡിയ ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഹൗ ഇറ്റ് ആക്ച്വലി ഷുഡ് ഫംഗ്ഷൻ എന്നുള്ളത് വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിലെന്ന് പറഞ്ഞാൽ ഇഫ് യു സ്പെൻഡ് ലൈക്ക് 5 minutes ഓൺ ഇറ്റ്, മേ ബി ഇറ്റ് ക്യാൻ ഗിവ് യു ലൈക്ക് 100 hours ഓഫ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ടൈപ്പ് സാധനങ്ങൾ നമ്മൾ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ വി വുഡ് അൺലോക്ക് ഇഫ് യു സ്പെൻഡ് മോർ ടൈം. അപ്പം അത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഭയങ്കര റിയൽ ആയിട്ട് ആൾക്കാർ ഇത് യൂസ് ചെയ്ത് തുടങ്ങി. ലൈക്ക് ആ ലോഞ്ച് ചെയ്ത സമയത്ത് അപ്പോൾ നിങ്ങളുടെ ഒരു ബഞ്ച് ഓഫ് ഡെവലപ്പേഴ്സ് ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടോ, അപ്പോൾ അത് എത്ര ആൾക്കാർ വന്നിട്ടുണ്ടാവും? അതായത് ലൈക്ക് ഓവർ എ പീരീഡ് ഓഫ് ടൈമാണ് ഇതെല്ലാം ഹാപ്പൻ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ
ഡയറക്ട്ലി ലൈക്ക് ആൾക്കാർ ആദ്യത്തെ ഹാക്കർ ഫെസ്റ്റിന്റെ ആ ഒരു രീതിയിൽ ഹാക്കർ ന്യൂസ് വന്ന് ഇത് ചെയ്യുന്നില്ല. ഹാക്കർ ന്യൂസ് വാട്ട് ഇറ്റ് ഗേവ് us വാസ് വിസിബിലിറ്റി. വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ബിയോണ്ട് എ സർട്ടൺ സ്കെയിൽ. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്തൊരു സ്കെയിലായിരുന്നു ആ സാധനം വന്നത്. കാരണം ഞങ്ങൾക്ക് കുറേ VCസിൻ്റെ നിന്ന് ഓഫേഴ്സ് വന്നു, അതായത് ലൈക്ക് വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഇൻവെസ്റ്റിംഗ്. ആ സമയത്ത് വി ഡിഡ്ന്റ് നോ ഹൗ ഇറ്റ് വർക്ക്സ് എന്ന് പറയാം. 100% വി ഡിഡ്ന്റ് നോ. നമ്മൾ പറഞ്ഞു ലൈക്ക് വി ഡിഡ്ന്റ് നോ ഹൗ ബിസിനസ് ലൈക്ക് ഹൗ വി ക്യാൻ മേക്ക് എ ബിസിനസ് ഔട്ട് ഓഫ് ദിസ്, വിൽ കം ബാക്ക് ലേറ്റർ. ആ ഒരു ലൈനിൽ പറഞ്ഞ് അവരെ ഇതാക്കി. അതെന്ന് പറഞ്ഞാൽ നല്ല കുറേ VCs ഇപ്പം ലൈക്ക് റെപ്യൂട്ടഡ് വാലി ഫേംസ് കുറേ പേര് വന്നായിരുന്നു ആ സമയത്ത്. മേ ഹാവ് കൺവേർട്ടഡ്, മേ നോട്ട് ഹാവ് കൺവേർട്ടഡ്, ഐ ഡോണ്ട് നോ. പക്ഷേ ലൈക്ക് ഇറ്റ് വാസ് സംതിങ്. അപ്പോൾ ആ ഒരു പോയിന്റിൽ എന്താണ് അതിനേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയതെന്ന് പറഞ്ഞാൽ നമ്മളിത് ഇട്ടു ഒരു വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ ആൾക്കാർ റിയൽ കോൺവെർസേഷൻസ് നമ്മുടെ പ്രൊഡക്റ്റിനകത്തൂടെ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് ഭയങ്കര സർപ്രൈസിങ് സാധനമായിരുന്നു. അത് റിയൽ യൂസേജ് ഉണ്ട്, അത് നമുക്ക് കാണാൻ പറ്റും. അവർ ആക്ച്വലി ലൈക്ക് പ്രോബ്ലംസ് പറയുന്ന സമയത്ത് പറഞ്ഞാൽ ദിസ് പെർട്ടിക്കുലർ ഫീച്ചർ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇഫ് വി ചേഞ്ച് ഇറ്റ് ലൈക്ക് ദിസ് വുഡ് ഹാവ് ബീൻ വേ ബെറ്റർ. അപ്പോൾ ചോദിക്കട്ടെ, ലൈക്ക് ആസ്കിങ് ക്വസ്റ്റ്യൻ, അപ്പോൾ ഇതൊരു മാർക്കറ്റിംഗ് പോലെ ആയാലും ചിന്തിക്കാൻ പറ്റില്ലേ? ലൈക്ക് പറ്റും. അതായത് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഭയങ്കര വിസിബിലിറ്റിയാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ പിന്നീടുള്ള ഓപ്പൺ സോഴ്സ് കമ്പനികൾക്ക് മോട്ടിവേഷൻ ആവുന്നതും. അതെന്ന് പറഞ്ഞാൽ ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് ഫാക്ടർ വരും, അതിൻ്റെ കൂടെ കമ്മ്യൂണിറ്റി വുഡ് ബെനിഫിറ്റ്. ഇനീഷ്യലി ലൈക്ക് ആഫ്റ്റർ ലോഞ്ച് നമുക്ക് ഒരുപാട് പേര് യൂസേഴ്സായിട്ട് വന്നു. അപ്പം ഒരുപാട് ഫീഡ്ബാക്ക് ഉണ്ട്. അപ്പോൾ നമുക്കിത് ശരിക്കും ഹൗ ഡു വി പ്രോസസ് എന്നുള്ളൊരു പ്രോബ്ലം ആയിരുന്നു. പക്ഷേ നമ്മൾ ആക്ച്വലി ലൈക്ക് വി വർക്ക്ഡ് ഇൻ ദ സെയിം വേ വി വർക്ക്ഡ്. അതായത് നമ്മൾ വീക്കെൻഡ്സിൽ ഇത് വർക്ക് ചെയ്യും, വീക്ക് ഡേയ്സിൽ വീണ്ടും ലൈക്ക് ആക്ച്വലി വർക്കുണ്ട്. കമ്പനിയായിട്ട് എങ്ങനെ ഫോം ചെയ്യുന്നുള്ളതായിരുന്നു പിന്നത്തെ ചിന്ത. അതായത് ഒരു നല്ല പ്രോഡക്റ്റ് ആയി വരുന്നുണ്ട്, ഇത് ആൾക്കാർക്ക് യൂസ് ഉണ്ട്, പീപ്പിൾ ആർ യൂസിങ് ഇറ്റ് ഫോർ ഷുവർ. അപ്പം അത് ക്ലിയർ ആയ സമയത്ത് എന്ന് പറഞ്ഞാൽ ഹൗ ഡു വി മേക്ക് ബിസിനസ് ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ അതിനകത്ത് GitLab ഒബ്വിയസ്ലി ലൈക്ക് ഒരു ഇൻസ്പിറേഷനാണ്. മാറ്റർമോസ്റ്റ് എന്ന് പറയുന്ന കമ്പനി ഉണ്ട്, ആ സമയത്ത് റോക്കറ്റ് ചാറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും സിമിലർ പാത്താണ്. അതായത് ഓപ്പൺ സോഴ്സ് ഒരു നല്ല അഡോപ്ഷൻ ഉണ്ട്. ഒരു 99% ഓഫ് യൂസേഴ്സ് ആർ യൂസിങ് യുവർ പ്രോഡക്റ്റ് ഫോർ ഫ്രീ, 1% ഓഫ് യുവർ യൂസേഴ്സ് ആർ പേയിങ് യു. ആ ഒരു ലൈനിൽ അതിനെ ചിന്തിച്ചു തുടങ്ങിയ സമയത്താണ് നമുക്ക് ആക്ച്വലി ലൈക്ക് വി സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് മേക്കിംഗ് മണി. എങ്ങനെയും ലൈക്ക് ഇതിനകത്ത് നിന്ന് ചാർജ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഈസിയസ്റ്റ് ഓപ്ഷൻ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിത് ഹോസ്റ്റ് ചെയ്ത് കൊടുക്കും ആൾക്കാർക്ക്, നമ്മൾ ചാർജ് ചെയ്യാന്നുള്ളതായിരുന്നു. പക്ഷെ അപ്പോഴും യു നീഡ് ഫണ്ടിങ് ഐ തിങ്ക് ഈ കേസിൽ വേണ്ട. അതായത് നമുക്ക് അത് ഹോസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ നമുക്ക് ആരുടെയും കാശ് വേണ്ടല്ലോ. അവർ ആക്ച്വലി പേ ചെയ്യുവാണ്. അവർ പേ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആക്ച്വലി എന്ന് പറഞ്ഞാൽ നമുക്ക് സെല് ചെയ്യാം, അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മൾ അങ്ങനെ നോക്കി. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് $20 പെർ മന്ത് എന്നുള്ള ലൈനിലൊക്കെ ആയിരുന്നു. അതായത് ഒരു ഇയർ $240 എന്നൊക്കെയുള്ള. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ $1 to Indian rupee കൺവേർഷൻ ഒന്നും ഒരു ഐഡിയ ഇല്ല. നമുക്കറിയാം ലൈക്ക് ദിസ് ഇസ് ബിഗർ. അപ്പോൾ 240 ഇസ് ലൈക്ക് ബിഗർ ഫോർ അസ്. നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുമ്പോൾ എത്രയാണ്, ഒരു 16,000 17,000 rupees ഉണ്ടാവും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ദേ പെയ്ഡ് ഇറ്റ് ലൈക്ക് ദിസ്, ലൈക്ക് നോട്ട് ഈവൻ എന്താ തോട്ട് പ്രോസസ്. അതായത് ഇമ്മീഡിയറ്റ്ലി പേ ചെയ്യും. അങ്ങനെ കുറച്ച് പേര് പേ ചെയ്തപ്പം വി നോ ദാറ്റ് ലൈക്ക് വി ക്യാൻ മേക്ക് മണി ഔട്ട് ഓഫ് ഇറ്റ്. വെദർ വി ക്യാൻ മേക്ക് ലൈക്ക് ബിഗ് മണി, അത് നമുക്കിപ്പോഴും ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ആ പോയിന്റിലാണ് നമ്മൾ YC അപ്ലൈ ചെയ്ത്. അതായത് 20 വിന്റർ 20 ബാച്ച് നമ്മൾ അപ്ലൈ ചെയ്തു. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല, ലൈക്ക് ജസ്റ്റ് ദി ഐഡിയ വിത്ത് എന്താ സം മെട്രിക്സ് ലോഞ്ച് ചെയ്തു. അതൊക്കെ ഉണ്ട്, അങ്ങനത്തെ ഒരു ചെറിയ സ്റ്റോറി ഉണ്ട്. പിന്നെ ലൈക്ക് മെട്രിക്സ് ആയിട്ടൊന്നുമില്ല. ഇപ്പോൾ YC കുറെ ആൾക്കാർ നമ്മുടെ കമ്മ്യൂണിറ്റിനെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെ ശ്രദ്ധിക്കണം? അതായത് ശരിക്കും എന്ന് പറഞ്ഞാൽ ആക്ച്വലി അപ്പോൾ ആപ്ലിക്കേഷനകത്ത് എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റിയാണ് മെയിൻ പ്രശ്നം. അതായത് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ റിവ്യൂ ചെയ്യാറുണ്ട് ആൾക്കാരുടെ ഇത് എന്താ ആപ്ലിക്കേഷൻസ്. അപ്പോൾ അതിനകത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ബസ് വേർഡ്സ് ഉപയോഗിക്കും. അതായത് എന്താ പറയുക, വി ആർ ഗോയിങ് ടു റവല്യൂഷനൈസ് ദ വേൾഡ് ലൈനിൽ കുറേ സാധനങ്ങൾ നമ്മൾ എഴുതും. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നുമല്ല അവർക്ക് വേണ്ടത്. അവരെന്താണ് നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സെറ്റ് ഓഫ് യൂസേഴ്സിനെ അറിയാമോ, അതായത് 10 പേരായിക്കോട്ടെ, ആ 10 പേരെ നന്നായിട്ട് നിങ്ങൾക്ക് അറിയാമോ, അതെങ്ങനെയാണ് നിങ്ങൾ അവരെ ഐഡന്റിഫൈ ചെയ്തത്, എങ്ങനെയാണ് നിങ്ങൾക്ക് അവർക്ക് സർവീസസ് കൊടുക്കുന്നത്, അതായത് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോഡക്റ്റ്, എങ്ങനെയാണ് അവരെ സർവീസ് ചെയ്യുന്നത്, അതിനുള്ള ക്ലാരിറ്റി അതിനകത്ത് ഉണ്ടാവണം. പിന്നെ ഒരു വിഷൻ, അതായത് പറഞ്ഞാൽ ഹൗ ഡു യു മേക്ക് ഇറ്റ് ബിഗ്. ആ ഒരു ലൈനിലാണ് അതിനെ മൊത്തത്തിൽ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ നോക്കി പറഞ്ഞുകൊണ്ടിരുന്നത് ഓപ്പൺ സോഴ്സ് ബിസിനസ് ചാറ്റ് എന്നുള്ളതായിരുന്നു. ആ സമയത്തും കുറച്ച് ബസ് വേർഡ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് പിന്നത്തെ ആപ്ലിക്കേഷനിൽ നമ്മളത് ഫിക്സ് ചെയ്തു. പക്ഷെ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അങ്ങനെ അപ്ലൈ ചെയ്തു. പക്ഷെ അത് നമുക്ക് ഇന്റർവ്യൂ പോലും കിട്ടിയില്ല. മെട്രിക്സ് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ 6 months ബിഫോർ നമ്മുടെ ഡോക്കർ ഡൗൺലോഡ്സോ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ റവന്യൂ എന്ന് പറയുന്നതോ അതൊന്നും ഇല്ലായിരുന്നു. ലൈക്ക് വെരി സ്മോൾ ആണ്.
ഹാക്കർ ന്യൂസ് ലോഞ്ച് മാത്രമായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. 6 months ആഫ്റ്റർ സിമിലർ ആപ്ലിക്കേഷൻ വലിയ ചേഞ്ച് ഒന്നുമില്ല. നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ആണ് അപ്ലൈ ചെയ്തത് തന്നെ. അതായത് ഇത് വൈസിയുടെ ഇത് ഡെഡ് ലൈൻ എൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. പക്ഷേ അതിനകത്ത് മെട്രിക്സ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതായത് സിഗ്നിഫിക്കൻറ്റ് പ്രോഗ്രസ് ഉണ്ട്. നമ്മൾ അതിനകത്ത് വർക്ക് ചെയ്തിരുന്നു എന്നുള്ളത് ക്ലിയർലി കാണാം. പിന്നെ ആൾക്കാർ ജനറലി പറയുന്ന സമയത്ത് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പിച്ച് ചെയ്യാൻ പറയും. അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് പിച്ച് ചെയ്യാന്ന് പറയുന്നതും നമ്മൾ ഇത് ആപ്ലിക്കേഷൻസിന് ഇപ്പം YC ആപ്ലിക്കേഷൻസിനകത്ത് വരുന്ന മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ആ പിച്ച് എപ്പോഴും നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്ത് എന്താണോ പറയുന്നത്, അതായത് എന്ന് പറഞ്ഞാൽ വി ആർ ബിൽഡിങ് എ മാർക്കറ്റിംഗ് സ്വീറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനമാണ് ആൾക്കാർ പറയുക. അത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന് അത്ര കൺവിൻസിങ് സാധനമല്ല. കാരണം അവർക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. അതായത് ഈവൻ ദോ ദ പേഴ്സൺ is a billionaire who has done multiple companies, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്പെസിഫിക് സെറ്റ് ഓഫ് പ്രോബ്ലംസ് മൈറ്റ് നോട്ട് ബി വെരി എന്താ ഫെമിലിയർ ടു ദ പേഴ്സൺ. അപ്പം നമ്മൾ അതിനെന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ഒരു പിച്ച് വേണം. അപ്പം YCയുടെ തന്നെ ഒരു ഇതുണ്ട്, അതായത് എന്താ പറയുക, അവരുടെ തന്നെ ഒരു ടോക്കുണ്ട്, മൈക്കൽ സിബിലിനെന്ന് തോന്നുന്നു. അപ്പോൾ അതിനകത്ത് കസ്റ്റമർ പിച്ച് എങ്ങനെ ഇരിക്കണം, ഇൻവെസ്റ്റർ പിച്ച് എങ്ങനെ ഇരിക്കണം, അത് മാത്രമല്ല അതായത് റിപ്പോർട്ടേഴ്സിൻ്റെ അടുത്ത് എങ്ങനെ സംസാരിക്കണം. അതായത് ഒരാൾക്കും പ്രോമിസിങ് ആയിട്ടുള്ള സാധനം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം. അതായത് കസ്റ്റമറിൻ്റെ അടുത്ത് സംസാരിക്കുന്ന പ്രോമിസിങ് ഫാക്ടർ അല്ല ഇൻവെസ്റ്ററിൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്തുള്ള സാധനമല്ല. അതായത് റിപ്പോർട്ടറിന് ശരിക്കും പറഞ്ഞാൽ ചിലപ്പം അയാൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാറ്റഗറി ഉണ്ടാവും. ആ കാറ്റഗറിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് ചിലപ്പം അയാൾക്ക് പ്രോമിസിങ് ആയി തോന്നുന്നത്. നേരെ മറിച്ച് ഒരാളെ ഹയർ ചെയ്യുവാണ്, അയാളുടെ അടുത്ത് എങ്ങനെയാണ് പിച്ച് ചെയ്യുന്നത്. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിട്ട് ഇത് റെവല്യൂഷനൈസ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വർക്ക് ആവുമായിരിക്കും. അതാണ് അതിനകത്തുള്ള ഡിഫറൻസ്. അപ്പം ഈച്ച് പാർട്ടീസിനടുത്ത് ഡിഫറെന്റ് പിക്ചേഴ്സ് ഉണ്ട്, ഡിഫറെന്റ് ലാംഗ്വേജ് ആണ്. അത് ഈവൻ വിത്തിൻ കസ്റ്റമർ ആണെങ്കിൽ പോലും. അതായത് എന്ന് പറഞ്ഞാൽ നമ്മൾ മാനേജർ അടുത്ത് സംസാരിക്കുന്ന സാധനമല്ല നമ്മൾ ഡയറക്ട്ലി ലൈക്ക് എൻഡ് യൂസർ ആരാണോ ആക്ച്വൽ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന അവരുടെ അടുത്ത് സംസാരിക്കുന്നത്. അതായത് ഹൂവർ ഇസ് ബൈയിങ് ദ പ്രോഡക്റ്റ് വേഴ്സസ് ഹൂവർ ഇസ് ആക്ച്വലി മെസ്സേജിങ് വളരെ ഡിഫറെന്റ് ആണ്. അത് നമ്മൾ റിട്ടൺ ഡൗൺ നമുക്ക് ക്ലിയർ ഒരു നറേറ്റീവ് ഉണ്ടാവണം. അതായത് പറഞ്ഞാൽ അതാണ് ആക്ച്വലി YCക്കകത്ത് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അതായത് ഇൻവെസ്റ്റേഴ്സിന്റെ സൈഡ് ഓഫ് തിങ്സ് നമുക്ക് എന്താ പറഞ്ഞാൽ ഒരു വലിയ ഡോക്കിനകത്ത് വി നോ ദാറ്റ് ദിസ് ഇസ് ഹൗ വി ടോക്ക്. അതായത് പറഞ്ഞാൽ അതിന്റെ വേരിയേഷൻസ് ഉണ്ടാവും. നമുക്ക് ഇങ്ങനെ പോയാൽ ഇങ്ങനെ പറയാം, ഇങ്ങനെ പോയാൽ ഇങ്ങനെ പറയാം. അതായത് പറയാ നമ്മൾ വി ഹാവ് തോട്ട് അബൌട്ട് ഓൾ ദി എഡ്ജ് കേസസ്, വി നോ ഹൗ ടു റെസ്പോണ്ട്. അപ്പം നമ്മളിപ്പം ബൈ ഹാർട്ടാക്കി പറയുമല്ല, പക്ഷെ എന്ന് പറഞ്ഞാൽ വി നോ ഹൗ ഇറ്റ് വർക്ക്സ്. അപ്പം നമ്മളിപ്പം അതായത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ ഒരു കാര്യം ചോദിച്ചാൽ പോലും ലൈക്ക് വി വുഡ് ബി കോൺഫിഡൻ്റ്ലി ബി ഏബിൾ ടു സേ ദാറ്റ് ദിസ് ഇസ് ഹൗ ഇറ്റ് വർക്ക്സ്, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ഹൗ ലൈക്ക് വി ഷുഡ് റെസ്പോണ്ട് എന്നുള്ളത് നമുക്ക് ക്ലിയർലി അറിയാം. ആ ഒരു സാധനം എപ്പോഴും വരുന്ന പറഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. അതെന്ന് പറഞ്ഞാൽ കസ്റ്റമറിന്റെ വിച്ച് സെപ്പറേറ്റ്ലി പ്രാക്ടീസ് ചെയ്യുക, ഇൻവെസ്റ്ററിന് സെപ്പറേറ്റ്ലി പ്രാക്ടീസ് ചെയ്യുക, റിപ്പോർട്ടറിന് സെപ്പറേറ്റ്ലി ലൈക്ക് ഹയർ ചെയ്യുന്ന സമയത്ത് സെപ്പറേറ്റ്ലി ഹയർ ചെയ്യുക. എല്ലാത്തിനും ഡിഫറെൻറ്റ് പിച്ചസ് ഉണ്ട്, അതിനകത്ത് ഡിഫറെൻറ്റ് നാരേറ്റീവ്സ് ഉണ്ട്. അത് നമുക്ക് ചാറ്റ്ബോട്ടിനകത്താണെങ്കിലും നമുക്ക് അതുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാർക്കും എന്ന് പറഞ്ഞാൽ ഇതേപോലെ എന്താണ് ഡിഫറെൻറ്റ് പിച്ചസ് കൊടുക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. YC ആപ്ലിക്കേഷൻസിനകത്ത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റേഴ്സിന്റെ പിച്ചോ അല്ലെങ്കിൽ YCയുടേതായിട്ടുള്ള പിച്ചുണ്ട്. അതായത് എന്താ പറയുക, നമ്മൾ ഒരു ബിൽഡറാണ്, നമ്മളൊരു ഹാക്കറാണ്, നമുക്കിതിനെ എന്താണ് നമുക്ക് വി നോ ദാറ്റ് ഹൗ തിങ്സ് വർക്ക്സ്, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വി ആർ ലൈക്ക് ടെക്നോളജിക്കലി ഗുഡ്. അപ്പം അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ് അവർ ജനറലി നോക്കുന്നത്. അപ്പം ആ ഒരു ഇത് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ യു വുഡ് ഗെറ്റ് ആൻ ഇന്റർവ്യൂ. ലൈക്ക് നെക്സ്റ്റ് തിങ് ഇന്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഹൗ ഇറ്റ് ഫങ്ഷൻസ്. ഞങ്ങൾ 2 ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇന്റർവ്യൂവിന് മുന്നേ തന്നെ ഞങ്ങൾ ആക്ച്വലി 2 തവണ ഇന്റർവ്യൂ പ്രപ്പ് നടത്തിയായിരുന്നു. അതായത് സ്ട്രൈപ്പിലുള്ള ഒരു എഞ്ചിനീയർ, പുള്ളി എനിക്ക് തോന്നുന്നു YC ഫൗണ്ടർ ആയിരുന്നു എന്നാ, ഇപ്പം എനിക്ക് ഓർമ്മയില്ല പേര്. ആക്ച്വലി ലൈക്ക് ഇപ്പം ലൈക്ക് ഓൺ ടോപ്പ് ഓഫ് മൈ മൈൻഡ് എനിക്ക് ഓർമ്മയില്ല. പുള്ളി നമ്മുടെ ഒരു തവണ നമ്മുടെ ഇന്റർവ്യൂ എടുത്തു. അപ്പം ആ സമയത്ത് പറഞ്ഞാൽ നമുക്ക് സ്ലിപ്പ് ആവുന്ന പാത്തൊക്കെ അറിയാം. ഓക്കെ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല ലൈക്ക് ഹൗ ടു റെസ്പോണ്ട് എന്നുള്ളത്. അപ്പോൾ അത് പുള്ളി പറഞ്ഞു ഓക്കെ യു ക്യാൻ വർക്ക് ഓൺ ദീസ് മെനി തിങ്സ്. അത് നമുക്കും അറിയാമായിരുന്നു, ലൈക്ക് വെരി എവിഡൻറ്റ്. അതായത് എൻ്റെ കോ ഫൗണ്ടേഴ്സ് അവിടെ ഉണ്ട്, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രമായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അവർ ലൈക്ക് സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ മാറി എടുക്കും. അത് ഡിപ്പെൻഡിങ് ഓൺ തിങ്. നമുക്കത് വർക്കൗട്ട് ആവില്ല എന്ന് നമുക്ക് ആദ്യമേ അറിയാമായിരുന്നു. അപ്പോൾ വി വെന്റ് വിത്ത് ലൈക്ക് 1 person ഷെയറിങ് ലൈക്ക് what the company is and how things would be. പക്ഷേ ലൈക്ക് വെൻ ദർ ഇസ് സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് അത് ലൈക്ക് ദേ വുഡ് ടേക്ക് ഇറ്റ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എന്താണ് ഈ പുള്ളി പറഞ്ഞു ഓക്കെ ഇങ്ങനെ സാധനങ്ങളുണ്ട്, യു ക്യാൻ വർക്ക് ഓൺ ദിസ് ഇംപ്രൂവ്മെൻറ്റ്സ്, ഐ വിൽ ടേക്ക് അനദർ കോൾ വിത്ത് യു. ലൈക്ക് ദർ ഇസ് സം ഗുഡ് ഐറ്റംസ് ഇൻ യുവർ പ്രോഡക്റ്റ്. അപ്പോൾ നമ്മൾ ലൈക്ക് ഐ വിൽ ടേക്ക് അനദർ കോൾ, നമുക്ക് ഒരു തവണ കൂടെ റിഹേഴ്സ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇൻ്റർവ്യൂവിന് മുന്നേ ഒരു തവണ കൂടെ പുള്ളി റിഹേഴ്സ് ചെയ്തു. ആ പോയിന്റിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കുറച്ചുകൂടെ ബെറ്റർ നറേറ്റീവ് ഉണ്ടായിരുന്നു.
നമുക്കറിയാം എവിടെയൊക്കെ സ്ലിപ്പ് ആവും. ഓക്കെ, നമ്മൾ അതൊന്നും പറയാതെ ബാക്കി സാധനങ്ങൾ മാത്രം പറഞ്ഞു പോയി. അങ്ങനെയായിരുന്നു. അപ്പം പിന്നെ YC-യുടെ ഇന്റർവ്യൂ എനിക്ക് ആദ്യം എടുത്തത് ഡാൽട്ടൺ ആയിരുന്നു. അപ്പം അവർ ആ ഇന്റർവ്യൂ എടുത്തു. ഒരു ലൈക്ക് ഹാഫ് ആൻ അവറിൽ നമ്മളോട് പറഞ്ഞു ലൈക്ക് സെക്കൻഡ് ഒരു ഇന്റർവ്യൂ കൂടെ എടുക്കണം. അപ്പോൾ അത് രണ്ടാമത് ഇന്റർവ്യൂ എടുത്തത് മൈക്കിൾ സെബിൾ, ഗുസ്താഫ്, രേഷ്മ, റോൾഫ്, നമ്മുടെ പാർട്ട്നേഴ്സായിട്ട് വന്ന ആൾക്കാർ തന്നെയായിരുന്നു. ഇവിടെ ഇത് SFE പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു? ഇല്ല, അത് ആ സമയത്ത് കോവിഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫുൾ ഓൺലൈൻ ആയിരുന്നു. രാത്രി ഒരു 12 മണിക്ക് ഫസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞു, രാവിലെ 5 മണിക്ക് അടുത്ത ഇന്റർവ്യൂ. ആ സമയം ഫുൾ എന്ന് പറഞ്ഞാൽ ഫുൾ അഡ്രിനാലിനാണ്, അതുകൊണ്ട് ഉറക്കമൊന്നുമില്ല. അത് കഴിഞ്ഞു. ഇന്റർവ്യൂവിനകത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറലി പറഞ്ഞ ഒരു ഫ്ലോ കഴിഞ്ഞ് പിന്നെയും ലൈക്ക് വി ഹാഡ് 2-3 minutes. അപ്പം അവർ ആക്ച്വലി സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി. ലൈക്ക് വി ലൈക്ഡ് യുവർ ഡിസൈൻ, ഹൂ ഡിഡ് ദ ഡിസൈൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു പോയിന്റിൽ എന്താണ്, ഇപ്പം നിതിനായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നു, പിന്നെ സോജനും ഉണ്ടായിരുന്നു. അവർ ആക്ച്വലി ലൈക്ക് അങ്ങനെ ഇന്ററാക്റ്റീവ് ആയി തുടങ്ങി. പിന്നെ ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ ലൈക്ക് ഹൂ ഇസ് ദ CEO. ആ സമയത്ത് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കോഫൗണ്ടേഴ്സ് ഹൂ ഇസ് ദ CEO എന്നുള്ളതായിരുന്നു. അപ്പം ബേസിക്കലി ലൈക്ക് ഐ വാസ് ടേക്കിംഗ് ദ ലീഡ്. അങ്ങനെ നമ്മൾ ഓൾറെഡി ലൈക്ക് നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. അപ്പം അങ്ങനെ ലൈക്ക് ഐ എം ദ CEO. ആ ഒരു ലൈനിൽ ഡിസ്കഷൻസ് വന്നു. പിന്നെ നമ്മളൊരു നല്ല നോട്ടിലാണ് എൻഡ് ചെയ്തത്. പിന്നെ ഒരു ലൈക്ക് 4 hours ലേറ്റർ മോർണിംഗ് ഒരു 9 AM ആകുമ്പോൾ മൈക്കിൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഓക്കെ യു ആർ സെലക്ടഡ്, ഡു യു ആക്സെപ്റ്റ്. അത് നല്ലൊരു ഫീലിംഗ് ആണ് കേട്ടോ. അവരത് ഇമെയിൽ അയക്കാതെ ആക്ച്വലി കോൾ ചെയ്യുന്നത് വളരെ നല്ല പരിപാടിയാണ്. അപ്പോൾ അത് ഓക്കെ വി ആക്സെപ്റ്റ്. അപ്പം നമ്മൾ ആ പോയിന്റിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈക്ക് വി നോ സംതിങ് അബൌട്ട് ബിസിനസ്, സംതിങ് അബൌട്ട് പ്രോഡക്റ്റ്. അപ്പം നോട്ട് മച്ച് ബട്ട് സംതിങ് അബൌട്ട് ലൈക്ക് ഹൗ വി ക്യാൻ ഡു ദിസ് എന്നുള്ളത് അങ്ങനെ ബിൽഡ് ചെയ്ത് തുടങ്ങി. ഈ ബാച്ച് SFE പോകണം അല്ലെങ്കിൽ ഇല്ല, അത് റിമോട്ട് ആയിരുന്നു. എനിക്കിപ്പം തോന്നുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ലൈക്ക് എന്താ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ ഇഫ് യു ആർ ദെയർ. എനർജി യു കാൺ മാച്ച് ദാറ്റ് എനർജി ലൈക്ക് ഇൻ റിമോട്ട്. പക്ഷേ സോജൻ ആ സമയത്ത് പറയുമായിരുന്നു ലൈക്ക് ഹി വെന്റ് ത്രൂ ലൈക്ക് W17 ആൻഡ് W21 ലൈക്ക് യു നോ ഹി ന്യൂ ദ ഡിഫറൻസ് ലൈക്ക് ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ളത്. പക്ഷേ ദിസ് ഇസ് ഓൾസോ വെരി വെൽ ഓർഗനൈസ്ഡ്. അപ്പം നമുക്ക് പറഞ്ഞാൽ ക്ലിയർലി ലൈക്ക് നമുക്ക് ഇപ്പം രാത്രി അവരുടെ രാവിലെ 4 മണി 5 മണിക്കൊക്കെ ആൾക്കാർ നമ്മുടെ കോൾ എടുക്കുമായിരുന്നു, അതെന്ന് പറയാൻ പാർട്ട്നേഴ്സ്. ഓക്കെ. പക്ഷേ എന്ന് പറഞ്ഞാൽ ലൈക്ക് ദേ വർ ഓൾ വെരി ഹെൽപ്പിംഗ്. എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിത് ഡെമോ ഡേ എങ്ങനെയായിരുന്നു? ലൈക്ക് അവിടെ ഒരു 3 months കഴിഞ്ഞാൽ 3 months കഴിഞ്ഞാൽ ഡെമോ ഡേ ഉണ്ട്. അപ്പം 3 months എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും വർക്ക് ചെയ്യുന്ന ലൈക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കുക, നമ്മൾ റവന്യൂ എത്തിക്കുക, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റിനകത്ത് എന്താണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നതെന്നുള്ള ഐഡിയ ഉണ്ടാക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളാണ്. പിന്നെ കുറേ ബാഡ് ഇൻവെസ്റ്റ്മെന്റ് സാധനങ്ങളൊക്കെ വന്നായിരുന്നു നമുക്ക്. നമ്മൾ വിചാരിച്ചു ഓക്കെ ഇറ്റ് വാസ് ബെറ്റർ. മൈക്കിളിൻ്റെ അടുത്ത് കൊണ്ടു പറയും ദിസ് ഇസ് നോട്ട് ഗുഡ് ഫോർ യു, ദിസ് ഇസ് വൈ ഇറ്റ് ഡസന്റ് വർക്ക്. ഇൻവെസ്റ്റ് ബേസിക്കലി അവർ ഓക്കെ വി ആർ റെഡി ടു ഗിവ് യു എ ചെക്ക്. അപ്പം പുള്ളി പറയുന്നത് പറയാം ഓക്കെ ദിസ് ഇസ് ബേസിക്കലി ലൈക്ക് 3 months down the line you would be acquired. ആ ഒരു ലൈനിൽ അതായത് ദിസ് ഇസ് ഹൗ ഇറ്റ് വർക്ക്സ് വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ഹൗ ഇറ്റ് സ്ട്രക്ചേർഡ്. അപ്പോൾ അത് ക്ലാരിറ്റി ഉണ്ട്. അപ്പം നമുക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പം കേരളത്തിൽ വളർന്ന് ലൈക്ക് ബാംഗ്ലൂർ മാത്രം വർക്ക് ചെയ്ത് വേറെ എക്സ്പോഷർ ഇല്ലാതെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ VC ആ ഒരു അത്രയും എക്സ്പോഷർ ഇല്ലാത്ത ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഹൗ ഡീൽസ് ആർ സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഹൗ തിങ്സ് വർക്ക്, ആ ഡൈനാമിക്സ് എങ്ങനെയാണെന്നുള്ളത് ക്ലിയർലി അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നത് ലൈക്ക് ഇത് ഇവരുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. അപ്പോൾ എന്ന് പറയാൻ നമുക്ക് അറിയാം ലൈക്ക് ചില സാധനങ്ങൾ ഇപ്പോൾ കണ്ടാൽ അറിയാം ഇറ്റ്സ് നോട്ട് ഗുഡ്, ഇറ്റ്സ് പ്രോബ്ലി എ റെഡ് ഫ്ലാഗ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ ഡിസ്കഷൻസ് നമുക്ക് ഉണ്ടാവുമായിരുന്നു. പിന്നെ മെയിൻലി അവരെന്ന് പറഞ്ഞാൽ അവർ ദേ ഡിഡ്ന്റ് ആക്ച്വലി ലൈക്ക് റിയലി ഇൻവോൾവ് ഇൻ ലൈക്ക് വാട്ട് യു ബിൽഡ്. അതെന്ന് പറഞ്ഞാൽ വാട്ട് എവർ യു തിങ്ക് ഇസ് ഗുഡ് യു ഷുഡ് ബിൽഡ്. പിന്നെ എന്ന് പറഞ്ഞാൽ യു നോ യുവർ കസ്റ്റമേഴ്സ് ബെറ്റർ എന്നുള്ളതാണ് അവരുടെ ലൈൻ. പക്ഷേ എന്ന് പറഞ്ഞാൽ വെൻ ഇറ്റ് കംസ് ടു ഇൻവെസ്റ്റ്മെന്റ് ദേ നോ ബെറ്റർ ദാൻ യു ഫോർ ഷുവർ. എന്ന് പറഞ്ഞാൽ ദേ ഹാവ് സീൻ ലൈക്ക് hundreds of startups, thousands of entrepreneurs. അപ്പോൾ അതിനകത്ത് they would come with like a good set of strategy where you can adopt. അപ്പോൾ അതിനകത്ത് ഒരു സാധനം എന്ന് പറഞ്ഞാൽ we didn't actually talk to investors until demo day. like alumni demo day എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു where YC alums would invest. അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ലൈക്ക് ഇൻവെസ്റ്റ്മെന്റ് കിട്ടിയത്. അതിന് ഒരു ദിവസം മുന്നേ നമ്മൾ വീണ്ടും ഹാക്കർ ന്യൂസ് ലോഞ്ച് ചെയ്തു. അതായത് അവിടെ ലോഞ്ച് എച്ച് എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് എന്ന് പറഞ്ഞാൽ YC കമ്പനീസിന് they would get like everyone like they can do anything like ഷോ എച്ച് ആർക്ക് വേണമെങ്കിലും ഇടാം, ലോഞ്ച് എച്ച് സ്പെസിഫിക്കലി ഫോർ YC കമ്പനീസ് ആണ്. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തതല്ല, പക്ഷെ എന്ന് പറഞ്ഞാൽ പറഞ്ഞു വന്ന് നമുക്ക് കിട്ടിയ ഒരു ടൈം ഉണ്ട്. അത് ഭയങ്കര ഹിറ്റായി. അത് ഫസ്റ്റ് പോലെ തന്നെ രണ്ടാമതും ഹിറ്റായി. അതായത് അതിനകത്തും ഒരു 396 എങ്ങാണ്ട് അപ്പോസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ പോയിന്റിൽ എന്ന് പറഞ്ഞാൽ ആൾക്കാർ എനിക്ക് തോന്നുന്നു അതൊരു 5000 എങ്ങാണ്ട് എത്തിയായിരുന്നു. ലൈക്ക് ആ ഒരു ലോഞ്ചോട് കൂടി 6000 അബവ് പോയി അത്. പിന്നെ അതിനകത്തുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
കുറേ പേര് വന്നിട്ട് അതിനകത്ത് കമന്റ് ചെയ്തുകൊണ്ടിരുന്നത് ലൈക്ക് ദിസ് ഇസ് നോട്ട് എ ന്യൂ പ്രോഡക്റ്റ്, ഐ ഹാവ് ബീൻ യൂസിങ് ദിസ് ഫോർ ദിസ് മന്ത്സ്. അങ്ങനെ കുറച്ച് കമന്റ്സ് അതിനകത്തുണ്ടായിരുന്നു. ലൈക്ക് പ്രീവിയസ്ലി ലോഞ്ച് ചെയ്തതിന്റെ ആൾക്കാർ തന്നെ oh, അപ്പോൾ നമ്മൾ ഇത് ഓൾറെഡി കണ്ടിട്ടുണ്ട്, ദിസ് ഇസ് നോട്ട് എ ന്യൂ പ്രോഡക്റ്റ് എന്നുള്ള സാധനം അവർ പറയാൻ തുടങ്ങി. അപ്പൊ അങ്ങനെയാണ് ആക്ച്വലി എനിക്ക് ഫസ്റ്റ് ചെക്ക് കിട്ടുന്നത്. ഓസ്റ്റിൻ എന്ന് പറഞ്ഞ് ലാംഡ സ്കൂളിന്റെ CEO, പുള്ളി ട്വിറ്ററിൽ മെസ്സേജ് അയച്ചു, എന്താണ് ലൈക്ക് ഐ സോ ദ ഹാക്കർ ന്യൂസ് പോസ്റ്റ്, വെൽ ഡൺ. അപ്പോൾ എന്താ പറഞ്ഞാൽ ആർ യു ഗൈസ് റേസിങ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ സൈഡ് ലൈക്ക് അപ്പോൾ അങ്ങനെ നമ്മൾ വിട്ടു പറയത്തില്ല. അപ്പം അങ്ങനെ പറഞ്ഞു ഓക്കെ നമ്മൾ റേസ് ചെയ്യുന്നുണ്ട്. പുള്ളി ചോദിച്ചു ലൈക്ക് ഹാവ് യു റേസ്ഡ് എനി എന്നുള്ള സ്പെസിഫിക്കലി ചോദിച്ചു. അപ്പം ഞാൻ ഇല്ല, ലൈക്ക് ദിസ് ഇസ് ലൈക്ക് ഫസ്റ്റ് ചെക്കാണ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ. അപ്പം പുള്ളി ചോദിച്ചു ക്യാൻ ഐ ബി യുവർ ഫസ്റ്റ് ചെക്ക്. അപ്പോൾ ഓക്കെ ശരി. അതായത് ആകെ ഒരു 5 മെസ്സേജാണ്. 5 മെസ്സേജിൽ ഓക്കെ അതായത് ലൈക്ക് സേഫ്സ് സൈൻ ചെയ്യും. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സേഫ് നോട്ട്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് YC തന്നെ സ്ട്രക്ചർ ചെയ്ത ഒരു ഡീലാണ്, ലൈക്ക് ഒരു എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പോൾ അതിനകത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ടേംസ് ഉണ്ട്, നമുക്ക് എങ്ങനെയാണ് പൈസ വരുന്നത്, എത്ര വാല്യുവേഷനിലാണ് വരുന്നത്, അത് പ്രീ മണിയാണോ പോസ്റ്റ് മണിയാണോ, അതായത് നമ്മൾ ഇതിന്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ 1 million 10 million എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ മണി വാല്യുവേഷൻ ആണെങ്കിൽ 1/11 ആണ് നിങ്ങളുടെ ഡൈല്യൂഷൻ, നേരെ മറിച്ച് പോസ്റ്റ് മണി ആണെങ്കിൽ 1/10 ആണ്. അപ്പോൾ അത് നമുക്ക് ക്ലിയർലി അറിയാം എത്ര വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ജനറലി യൂസ് ചെയ്തുകൊണ്ടിരുന്ന പോസ്റ്റ് മണി വാല്യുവേഷൻ പറയുന്ന മറ്റേ സേഫ് ഇൻസ്ട്രുമെന്റ് ആണ്. അത് അയച്ചു കഴിഞ്ഞാൽ അത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ കാശ് അയക്കും എന്തായാലും, അതിനകത്ത് വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. അത് ആ ഒരു 5 മെസ്സേജിൽ എന്ന് പറഞ്ഞാൽ ഹി വാസ് ഗുഡ് ടു ഇൻവെസ്റ്റ്. അപ്പൊ അങ്ങനെ എന്ന് പറഞ്ഞാൽ ഓക്കെ നമുക്കൊരു ഹെഡ് സ്റ്റാർട്ട് കിട്ടി. ഓക്കെ ദിസ് ഗൈ ഹാസ് ഇൻവെസ്റ്റഡ്, ലൈക്ക് അപ്പോൾ നമ്മൾ പിന്നത്തെ പിച്ചിലെല്ലാം പറയാം ഓക്കെ ഹീ ഈസ് ഇൻവെസ്റ്റഡ്. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് ആ മൊമെന്റം ബിൽഡ് ചെയ്യുന്നതും. അതായത് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ പേരും വെക്കും, എന്നിട്ട് നമ്മൾ പറയും ഓക്കെ ഇവരും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ. YC എത്ര എമൗണ്ട് ഇട്ടു? YC 125K, അത് സ്റ്റാൻഡേർഡ് ഡീലാണ്. ഇപ്പം 500K ആണ്. 5% ആണോ? അല്ലല്ല 7% ആണ്. ഇപ്പോഴത്തെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 125K ഫോർ 7%, പിന്നെ ഒരു 375K കൂടെ തരും. അതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് റൗണ്ടിന്റെ വരെയുള്ള വാല്യൂഷനെ ബേസ് ചെയ്തിട്ടാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം ദാറ്റ് ഇസ് സ്റ്റിൽ എ ബെറ്റർ ഡീൽ. അതായത് പറഞ്ഞാൽ 500K അപ്ഫ്രണ്ട് നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ റേസ് ചെയ്യാന്നുള്ള ഭാരം പോയി. പിന്നെ എമൗണ്ട് അപ്പൊ തന്നെ തരും. അതായത് പറഞ്ഞാൽ ഡീൽ ഈസ് സ്ട്രക്ചേർഡ് ലൈക്ക് ദിസ്. അതായത് 125K ഫോർ 7%, 375K ഫോർ വാട്ട് എവർ യു ആർ റേസിംഗ് ലൈക്ക് അൺടിൽ ദ നെക്സ്റ്റ് റൗണ്ടോ അതിലെ ലോവസ്റ്റ് വാല്യൂഷനോ അങ്ങനെയാണ് അത് പിക്ക് ചെയ്യുന്നത്. അപ്പം ദാറ്റ് ഇസ് ഗുഡ്. അപ്പം അത് 500K ഫുള്ളി കിട്ടി കഴിഞ്ഞാൽ ബെറ്റർ ആണ്. നമ്മൾ 125K ആയിരുന്നു. സ്റ്റിൽ വി തോട്ട് വി കുഡ് റൺ ഫോർ ലൈക്ക് എന്താണ് 6 months ഓർ സോ. അപ്പോൾ 125K വെച്ചിട്ട് നമ്മൾ വളരെ ഡെഡ് ചീപ്പായി ജീവിച്ച് നമ്മൾ പൊക്കോളാം എന്നുള്ളതായിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 1.6 അടുപ്പിച്ച് റേസ് ചെയ്തായിരുന്നു. നമ്മുടെ ലൈക്ക് വി ഹാഡ് എ ടാർഗറ്റ് ദാറ്റ് ലൈക്ക് 1 million. അതെന്ന് പറഞ്ഞാൽ ലൈക്ക് ദിസ് പീപ്പിൾ ആക്ച്വലി ഇൻവെസ്റ്റഡ് ലൈക്ക് പ്രിറ്റി ഫാസ്റ്റ്. പിന്നെ നോട്ടബിൾ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ ഇപ്പോൾ അൺകോറിലേറ്റഡ് വെഞ്ചേഴ്സ് ഉണ്ട്. അതായത് സലീൽ എന്ന് പറഞ്ഞ് പുള്ളി ആയിരുന്നു റെഡിസിന്റെ ഫസ്റ്റ് ലൈക്ക് ഇനീഷ്യൽ ചെക്സോ അങ്ങനത്തെ എന്തൊക്കെയായിരുന്നു. അതായത് റെഡിസിന്റെ ഇൻവെസ്റ്റർ ആണ്. അതുപോലെ കുറേ വലിയ കമ്പനീസിലെ ഇൻവെസ്റ്ററാണ്. ജസ്റ്റിൻ ഖാൻ, ട്വിച്ചിന്റെ ഫൗണ്ടർ, പുള്ളിയുടെ ആയിരുന്നു വൺ ഓഫ് ദ മെയിൻ കോൺട്രിബ്യൂഷൻസ്. അപ്പം അവരും ഗോഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ അവരുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫേം ഉണ്ട്, അത് അവരായിരുന്നു അവരുടെ മെയിൻ ഇത്. പിന്നെ കുറെ അതായത് നവനീതിന്റെ ഇൻവെസ്റ്റേഴ്സ് കുറച്ച് പേര് എൻ്റെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കോമൺ സാധനങ്ങളുണ്ട്. റൗണ്ട് എത്ര ആളുണ്ടായിരുന്നു? ഞാൻ പറയില്ല, അതൊരു 3 days നമുക്ക് വേണ്ട എമൗണ്ട് എത്തി. പിന്നെ ഒരു 1 week, പിന്നെ ഒരു 600K കൂടെ ഞാൻ ഒരു നെക്സ്റ്റ് ഒരു 1 week to 2 weeksനകത്ത് റേസ് ചെയ്തു. നമ്മൾ ഭയങ്കര റിലേറ്റീവ്ലി സ്മോളർ റൗണ്ട് ആയിരുന്നു ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ലൈക്ക് 2021 പീക്ക്. എല്ലാവരും റേസിംഗ് ലൈക്ക് 5 million ഫോർ സീഡ് റൗണ്ട്. അപ്പോൾ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ക്യാഷ് ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ആക്ച്വലി ലൈക്ക് നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണെങ്കിൽ പോലും എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാച്ചിലുണ്ടായിരുന്ന ആൾക്കാരാണെങ്കിലും സിമിലർ ലൈക്ക് 2.1 2.2 ആ ഒരു റേഞ്ചിലാണ് റേസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ലൈക്ക് first of all, I didn't know how to spend money, so it's like okay, I'll take like whatever is minimum, get to $1 million in ARR. അപ്പോൾ അതിനകത്ത് സമയത്ത് ലൈക്ക് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഡിസ്കഷൻസ് ഉണ്ടാവും. അതായത് എത്ര വാല്യൂഷനിൽ റേസ് ചെയ്യണം, എത്ര മണി വേണം എന്നൊക്കെയുള്ള. അപ്പം അതിനകത്ത് ബെസ്റ്റ് കേസ് സിനാരിയോ ഉണ്ട്, വേഴ്സ്റ്റ് കേസ് സിനാരിയോ ഉണ്ട്, ലൈക്ക് കോക്രോച്ച് മോഡ് എന്ന് പറഞ്ഞ് ഒരു അതുണ്ട്. അപ്പം ഒപ്റ്റിമൽ അതായത് നമ്മുടെ ബെസ്റ്റ് കേസ് സിനാരിയോ ഒരു സീരീസ് റേസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. പക്ഷെ അത് ഭയങ്കര ഫാർ ഫെച്ച്ഡ് ആയിരുന്നു. ലൈക്ക് വി കുഡ് ഹാവ് ഇഫ് വി ആക്ച്വലി ട്രൈഡ്. അല്ലെങ്കിൽ ബേസിക്കലി നമുക്ക് ഈ 1 million ആ ഒരു അല്ലെങ്കിൽ 20 million ആ ഒരു റൗണ്ടിൽ നമുക്ക് അങ്ങനെ റേസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ അല്ലെങ്കിൽ കോക്രോച്ച് മോഡ് ഒന്നും റേസ് ചെയ്യണ്ട, 0. അപ്പോൾ നമ്മൾ മറ്റേ എന്താണ് ഇവിടെ ഈ ഇത് ഫണ്ട് എടുക്കേണ്ട ബിസിനസ് ആയിരുന്നോ? ലൈക്ക് ഏതാ
ലൈക്ക് YC ഇത് ഫണ്ട് എടുത്ത് ഗ്രോ ചെയ്യേണ്ട ഒരു കമ്പനി, അതായത് അങ്ങനെ ഫണ്ട് ചെയ്യണോ അല്ലെങ്കിൽ ബൂട്ട് സ്ട്രാപ്പ്, അങ്ങനെ ഒരു തോട്ട് പ്രോസസ്? അതൊരു നമ്മൾ കുറച്ച് കാലം ബൂട്ട് സ്ട്രാപ്പ് ചെയ്താലോ എന്ന് ആലോചിച്ചാണ്. പക്ഷെ അതിനകത്ത് ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒരു 40 ലൈവ് ചാറ്റ് ഉണ്ട്, ഒരു 30 സപ്പോർട്ട് പ്രോഡക്റ്റ് ഉണ്ട്, എല്ലാവർക്കും ഫണ്ടിങ് ഉണ്ട്. അപ്പം ബേസിക്കലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഗെയിമിനകത്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ വി നീഡ് സപ്പോർട്ട്, വി നീഡ് ലൈക്ക് ആക്സസ് ടു മാർക്കറ്റ്. അപ്പോൾ അതിനകത്ത് എന്ന് പറഞ്ഞാൽ മണി ഈസ് ഇമ്പോർട്ടൻറ്റ്. അതായത് വി കുഡ് ഹാവ് ഗോട്ടൺ without money for some up to like certain level, പക്ഷെ അത് കഴിഞ്ഞാൽ like we definitely need money. അപ്പം ഏറ്റവും ഈസിയസ്റ്റ് ഓപ്ഷൻ ടു റേസ് ഇസ് ആഫ്റ്റർ ഡെമോ ഡേ. ലൈക്ക് you have like clear winning strategy. ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ റേസ് ചെയ്യാൻ പറ്റുന്ന റേസ് ചെയ്യുക. അപ്പം ചില ആൾക്കാർ പറയുന്ന പറഞ്ഞാൽ റേസ് ആസ് മച്ച് ആസ് യു ക്യാൻ. അത് വേണമെന്നില്ല, എത്രത്തോളം what you want എന്നുള്ളതിനനുസരിച്ച് കുറച്ചൊരു ബഫർ വിട്ടിട്ട് റേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ അതിനെ പോയത്. അപ്പം ആക്ച്വലി ലൈക്ക് ആ ഒരു 1 വീക്കിനകത്ത് നമുക്കത് ഇൻവെസ്റ്റ്മെന്റ് ക്ലോസ് ചെയ്തു. പിന്നെ നമ്മളൊരു മേ ബി ലൈക്ക് എത്രയാണ് ഒരു 3-4 months കഴിഞ്ഞിട്ടാണ് നമ്മളത് അനൗൺസ് ചെയ്യുന്നത്. പക്ഷേ അതും സെയിം ആണ്. അതായത് പറഞ്ഞാൽ റിപ്പോർട്ടറിൻ്റെ അടുത്ത് പിച്ച് ചെയ്യണം. ലൈക്ക് സെയിം പ്രാക്ടീസ് ആണ്. നമ്മൾ ലൈക്ക് ഒരാളെയും ഏജൻസീസിനെ ട്രൈ ഔട്ട് ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. നമ്മൾ നേരെ റിപ്പോർട്ടറിന് ആരാണോ ഓപ്പൺ സോഴ്സ് ന്യൂസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ അവരെ കണ്ടുപിടിച്ച് അവരുടെ അടുത്ത് പിച്ച് ചെയ്തു. അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു ലൈക്ക് ദിസ് ഇസ് ഐ എം നോട്ട് ഡൂയിങ് ഇറ്റ് എനിമോർ, അപ്പം ലൈക്ക് യു മൈറ്റ് ഫൈൻഡ് സംബഡി എൽസ്. അങ്ങനെ ഒരാളെ നമ്മൾ പിച്ച് ചെയ്തു. അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ ദിസ് സീംസ് ഗുഡ്, പക്ഷേ ഇറ്റ്സ് നോട്ട് എ ബിഗ് റേസ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഐ വുഡ് നോട്ട് ഫോക്കസ് ഓൺ എമൗണ്ട് ബട്ട് ഐ വുഡ് ഫോക്കസ് ഓൺ യുവർ കോർ ഇത്. അപ്പോൾ ആ ഹെഡിങ് തന്നെ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് പറഞ്ഞാൽ ചാറ്റ്വുഡ് ചാലഞ്ചസ് സെൻഡസ് ഓൺ ഓഫ്, അങ്ങനെയാണ് അതിൻ്റെ ടൈറ്റിൽ തന്നെ വരുന്നത്. അപ്പം അങ്ങനെ പുള്ളി അത് നറേറ്റീവ് എഴുതി. അപ്പം പുള്ളി പറഞ്ഞു ഓക്കെ ദിസ് സീംസ് ഇൻട്രസ്റ്റിംഗ്. അപ്പം അങ്ങനെ ആ ഒരു ഇത് വരുന്നത്. അപ്പം അതാണ് ആ ഒരു ലൈക്ക് ഫണ്ടിങ് വേണോ വേണ്ടയോ എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ കമ്പനി ടു കമ്പനി. ഈ ഫണ്ടിങ് എടുത്തു, ദെൻ അപ്പം അന്ന് മേ ബി ഫൗണ്ടേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതായത് ആ സമയത്ത് ഒരാളും കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് മോസൻ എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു ഇപ്പോഴും എംപ്ലോയി ആണ്, ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ മുസിൻ ആക്ച്വലി ഒരു ഇൻഡി പ്രോഡക്റ്റ് ഡെവലപ്പർ എന്നുള്ള ലൈനിൽ ഇങ്ങനെ ബിൽഡ് ചെയ്യാനുള്ള ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഓപ്പൺ സോഴ്സ് ചെയ്തത്. അപ്പം ഐ ബിൽഡ് മൊബൈൽ ആപ്പ് ഫോർ യു എന്ന് പറഞ്ഞ് പുള്ളി തന്നെ ഇരുന്ന് ബിൽഡ് ചെയ്തതാണത്. അപ്പോൾ അങ്ങനെ ലൈക്ക് അപ്പം ആദ്യം തൊട്ടേ ആ ജേണിക്കകത്തുണ്ട്. അതായത് YC ജോയിൻ ചെയ്ത സമയത്ത് തൊട്ട് പിന്നെ നമ്മൾ ഫണ്ടിങ് കിട്ടിയ സമയത്ത് തന്നെ നമ്മൾ പുള്ളിനെ ഫുൾ ടൈം ആയിട്ട് എടുത്തു. ഇതിനകത്തുണ്ടായിരുന്നു ഫണ്ടിങ് എടുത്തിട്ട് ലൈക്ക് നിങ്ങൾ USA മൂവ് ചെയ്തോ? എങ്ങനെയാണ്? ഇല്ല, നമ്മൾ ആക്ച്വലി it took about 2 years for us to move. അതായത് 2021 ഫസ്റ്റ് ഇനീഷ്യൽ ഡേയ്സിൽ തന്നെ നമുക്ക് ഫണ്ടിങ് കിട്ടി. പക്ഷേ we moved in 2023 like January. ആ 2 years period of time figuring out product and revenue. അതായത് നമ്മൾ we wanted to move. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ we are already building a business which is a tech company. അപ്പം ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ അല്ലെ നമ്മുടെ YC പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചാലും അവർ പറയുന്നത് പറഞ്ഞാൽ ഇപ്പോൾ മൈക്കിളിൻ്റെ അടുത്ത് സംസാരിച്ച മൈക്കിൾ പറയുന്നത് you are already building a company. It's already stressful, it's painful. Why are you making even more painful like by sitting in a different country and selling to US? അതായിരുന്നു അവരുടെ ഇത് ഒരു തോട്ട് പ്രോസസ്. അത് ലൈക്ക് മേക്ക് സെൻസ് ഫോർ മീ ആസ് വെൽ. അതെന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ബി ഇൻ എ പൊസിഷൻ വെയർ യു ആർ വെൽ സ്യൂട്ടഡ് ടു ഗ്രോ ആൻഡ് ലേൺ മോർ. അപ്പോൾ അതിനകത്ത് ലൈക്ക് ബാംഗ്ലൂർ വാസ് വൺ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അതിനകത്ത് എൻ്റെ പ്രശ്നം ജനറലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B2B കമ്പനീസ് കുറച്ച് കുറവായിരുന്നു. ഞാൻ സംസാരിക്കുന്ന ആൾക്കാരെല്ലാം B2C കമ്പനീസാണ്. അവർ പെർഫോമൻസ് മാർക്കറ്റിങ്ങും മറ്റേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചത്. എനിക്കിത് ലൈക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പിന്നെ ഒരു റീസൺ നമ്മൾ മൂവ് ചെയ്യാൻ ആലോചിച്ചതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ടൈം സോൺ ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ട്. അതായത് നമ്മളിപ്പം ഇവിടുന്ന് സാൻ ഫ്രാൻസിസ്കോ എന്ന് പറയുന്നത് 12.5 മണിക്കൂർ ഡിഫറൻസ് ഉണ്ട്. അത് 13.5 ആവും ചില സമയത്ത്. അതായത് ഡേ ലൈറ്റ് സേവിങ്സും മറ്റേ ഇതൊക്കെ വരുന്ന സമയത്ത് 13.5 മണിക്കൂർ വരും. അപ്പം പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെച്ച് ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റൂലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. അതായത് നമ്മുടെ ഗിരീഷ് ഇവിടെ ഇരുന്നിട്ടാണ് ഫ്രഷ് ഡെസ്ക് ബിൽഡ് ചെയ്തത്. അപ്പോൾ അതുപോലെ ലൈക്ക് സോഹോ ഇവിടെ നിന്നാണ് കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്യുന്നത്. അവർക്ക് നോർത്ത് അമേരിക്കയിൽ അങ്ങനെ ഭയങ്കര എക്സ്പാൻഷൻ ഉള്ളതായിട്ട് അറിയില്ല. അപ്പം ഇപ്പോഴും ഉണ്ടാവും, പക്ഷേ ഏർലി ഓൺ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ മേജർ പ്രോബ്ലം വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കോൾ എടുത്തു, ഒരു 12 മണിക്കാണ് കോൾ ഷെഡ്യൂൾ ചെയ്തത് അവിടുത്തെ സമയം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു 12:30 നൈറ്റ് 12:30. നമുക്കൊരു 1 മണി വരെയൊക്കെ അത് നിർത്താം, പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്യുവാണ്. ഇപ്പം അവർ ലാസ്റ്റ് മിനിറ്റ് അവർക്ക് ഒരു കോള് വന്നു, അതുകൊണ്ട് അവർക്ക് ഒരു അരമണിക്കൂർ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1 മണിക്കൂർ ഷിഫ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര വിയേർഡ് ടൈമിംഗ് ആണ്. ലൈക്ക് 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ പിന്നെ പറ്റത്തേ ഇല്ല. അപ്പോൾ അവർ ചുമ്മാ ചില സമയത്ത് എന്ന് പറഞ്ഞാൽ ആൾക്കാർ അത് 3 മണിക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിൽ അയക്കണം, ഇത് പറ്റില്ല നമുക്ക്, ലൈക്ക് ക്യാൻ വി ഡു ഇറ്റ് ടുമോറോ. അപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, അതൊക്കെ ചെയ്യും. അതിൻ്റെ ഒരു മേജർ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡീല് ക്ലോസ് ചെയ്തു. അപ്പോൾ അവരുമായിട്ട്
നമ്മുടെ ഇമെയിൽ ത്രെഡ് എന്ന് പറയുന്നത് തന്നെ ഒരു 100-200 ഇമെയിൽസ് ഉണ്ട്. അത് വിത്തിൻ എ സ്പാൻ ഓഫ് എന്താണ് 2 to 3 days ആണ്. വിത്തിൻ ലൈക്ക് 5 minutes ഒക്കെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പം അത് അവിടെ ഇരുന്ന് ആ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത സാധനം നെഗോഷിയേഷനും പിന്നെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ ക്വസ്റ്റൻസ് ഒക്കെയാണ് അതിനകത്ത് വരുന്നത്. അതാ വിത്തിൻ ലൈക്ക് ദാറ്റ് 5-minute 10-minute വിൻഡോയിൽ റെസ്പോണ്ട് ചെയ്യും. അവർ തിരിച്ചെന്ന് പറഞ്ഞാൽ 20-minute വിൻഡോയിൽ റെസ്പോണ്ട് ചെയ്യും. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ കേസിലേക്ക് അതിനൊന്ന് നോക്കി നോക്കും. അപ്പോൾ നമ്മളൊരു 1 മണി കഴിഞ്ഞാൽ പിന്നെ റെസ്പോണ്ട് ചെയ്യില്ലായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ ടൈം സ്ട്രെച്ചായി പോകും. അപ്പോൾ 3 days എന്നുള്ളത് ചിലപ്പം 2 weeks എടുക്കുമായിരിക്കും. എന്നിട്ടാണ് നമുക്ക് ആ ഡീൽ ക്ലോസ് ആവുന്നത്. അപ്പോൾ അത് പ്രശ്നമാണെന്ന് വെച്ചാൽ പ്രശ്നമല്ല, പക്ഷെ പ്രശ്നം ആവാനും സാധ്യതയുണ്ട്. ഇവൻ ഡീൽ ക്ലോസ് ആയിട്ടുണ്ടെങ്കിലും ഇപ്പൊ ദേ ആർ എക്സ്പെക്ടിങ് സപ്പോർട്ട് ഫ്രം യു. അത് ആ ടൈം സോണിൽ മാറ്റർ ചെയ്യും. അപ്പോൾ അവരുടെ ടൈം സോണിൽ അവർക്ക് ഒരു ഇത് കൊടുക്കുക എന്നുള്ളത് മാറ്റർ ചെയ്യും. പിന്നെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ കമ്പനീസിനെല്ലാം സെല് ചെയ്യാൻ പറ്റുന്ന, ഇന്ത്യയിൽ സെല് ചെയ്യാൻ പറ്റുവാണെങ്കിൽ US സെല് ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ സെല് ചെയ്യുന്നതിൻ്റെ ഒരു 10x പ്രൈസിൽ US സെല് ചെയ്യാം. അവർക്ക് അത് പേ ചെയ്യുന്നതിനും പ്രശ്നമില്ല. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എന്താണ്, ഞാൻ $240 ആണ് ആദ്യം പെർ ഇയർ സെല് ചെയ്തത്. അതെന്ന് പറയുന്നത് ഈവൻ തിങ്ക് അബൌട്ട് ഡിസ്കൗണ്ട്. ഞങ്ങൾക്ക് ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു, ഈ ആക്ച്വലി സെൻഡ് മീ എന്താണ് പ്രൈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് US എന്ന് പറഞ്ഞ ഒരു ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ് ഒക്കെ അയച്ചിട്ട് പറഞ്ഞു ലൈക്ക് ദിസ് ഇസ് ടു മച്ച് പ്രൈസിങ്. ലൈക്ക് ഐ ഗിവ് ഇറ്റ് ഫോർ ഫ്രീ എന്നുള്ള ലൈനിൽ പറഞ്ഞു. പുള്ളി പറഞ്ഞു ഓക്കെ നോ ഐ വാണ്ട് ടു പേ ബട്ട് ഐ വാണ്ട് ടു പേ ദിസ് മച്ച്. ആ ഒരു ഡിസ്കഷൻ വരും. അത് റെയർലി ഹാപ്പൻസ്. പക്ഷേ ഐ മീൻ ഞാൻ US പോയ സമയത്ത് ഡെയിലി $150 സ്പെൻഡ് ചെയ്യണേ, ലൈക്ക് ഒരു ഫുഡും എന്തിനൊക്കെ ആയിട്ട്. ഇവിടെയാണെങ്കിൽ അത് 1 മാസത്തോളം ജീവിക്കാൻ പറ്റും. അതായത് നമ്മളിപ്പോ ഒരു കോഫിക്ക് കൊടുക്കുന്നത് പറഞ്ഞാൽ $5 എന്തായാലും നമ്മൾ കോഫിക്ക് കൊടുക്കും. പക്ഷെ അത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ചായ എത്ര ഞാൻ US വന്നിട്ട് ചായ കൂടി കൂടിയിട്ടുണ്ട്. ബിക്കോസ് ഐ കുഡ് നോട്ട് ഡ്രിങ്ക് ദ. അവിടെയാണെങ്കിലും $5 കൊടുത്തിട്ട് ഒരു ചൂടുവെള്ളം തരും, നമ്മൾ തന്നെ ചായ ഉണ്ടാക്കണം. അത് ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, പ്രൈസിലെ ഡിഫറൻസ് ഇസ് ബേസിക്കലി ലൈക്ക് അത് മാറ്റർ ചെയ്യും. അത് അവിടെ പോയിരുന്ന് നമ്മൾ വർക്ക് ചെയ്താലാണ് ആക്ച്വലി അതിന്റെ കൾച്ചറൽ ആസ്പെക്ട് ഒക്കെ അവിടെ നിൽക്കണം. അപ്പൊ അത് ലാസ്റ്റ് എപ്പിസോഡിൽ ചെറിയാനും പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ബി ദെയർ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഡസൻ you can't build that with just going there like for a week or like for a month. You have to be there. അപ്പോൾ ഒരു നമ്മളിപ്പം ചില സമയത്ത് നമ്മൾ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇപ്പോൾ ഏതെങ്കിലും റീസെൻ്റ്ലി കണ്ട മൂവിയോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഗെയിമോ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര there are people who are very good at sales who understands this. പക്ഷെ എന്ന് പറഞ്ഞാൽ it doesn't come naturally to me. അപ്പോൾ അത് എന്താ ലൈക്ക് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ആർട്ടിഫിഷ്യലി എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. നാച്ചുറലി ഐ മൈറ്റ് ബി ഏബിൾ ടു. പക്ഷേ അതാണ് അതെന്ന് പറഞ്ഞാൽ ഐ ഹാവ് ടു സ്പെൻഡ് ടൈം ടു അണ്ടർസ്റ്റാൻഡ്. ആ ഒരു ഇതായിരുന്നു ഞാൻ ലൈക്ക് സെക്കൻഡ് ഒരു റീസൺ ആയിട്ട് മൂവ് ചെയ്തത്. പിന്നെ അതിനകത്ത് ലോജിസ്റ്റിക്സ് ഫിഗർ ഔട്ട് ചെയ്യണം. ലൈക്ക് എൻ്റെ വൈഫുണ്ട്, ഷീ ഹാസ് ടു വർക്ക്. പിന്നെ എന്ന് പറഞ്ഞാൽ ജനറലി എല്ലാവരും എന്ന് പറഞ്ഞാൽ ഓവൺ ലൈക്ക് സ്പെഷ്യൽ എന്താ എക്സ്ട്രാ ഓർഡിനറി കാറ്റഗറി ആ ഒരു വിസയിൽ പോകും. അപ്പം കാൺ ഗോ. അപ്പം നമുക്കത് ഫിഗർ ഔട്ട് ചെയ്യണമായിരുന്നു. അവൾക്ക് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ അവൾ സപ്പോർട്ട് ചെയ്യുമായിരുന്നു ഇത്രയും കാലം. അപ്പം ഐ കാൺ ജസ്റ്റ് ലൈക്ക് അവാൻഡ് ഹെർ ആൻഡ് ദെൻ ഗോ. അപ്പോൾ അത് ഫിഗർ ഔട്ട് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 2 years എടുത്തു. അപ്പോൾ എൻ്റെ കോ ഫൗണ്ടേഴ്സിനും എനിക്കും ഉള്ള വിസാസ് റെഡി ആവാനും എല്ലാത്തിനായിട്ട് ഒരു 2 years എടുത്തു. അപ്പോൾ ഞാൻ ജനുവരി മൂവ് ചെയ്തു ഫുള്ളി. ദേ കെയിം ഇൻ അറൗണ്ട് ലൈക്ക് ജൂലൈ ദാറ്റ് ഇയർ. അപ്പം ആ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം നമ്മളത് മൂവ് ചെയ്തതിൻ്റെ ഏറ്റവും ആദ്യ കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഈസി ടു മീറ്റ് പീപ്പിൾ. എവറിബഡി ഹൂസ് എ ടെക് ഫൗണ്ടർ വുഡ് കം ടു സാൻ ഫ്രാൻസിസ്കോ വൺസ് ഇൻ ദെയർ ലൈഫ് ടൈം ഫോർ ഷുവർ. അത് ആൻഡ് ഐ ഹവ് മെറ്റ് മോർ മലയാളി ഫൗണ്ടേഴ്സ് ഇൻ SF ദാൻ ഇൻ കേരള ആൻഡ് ഈവൻ ഇൻ ബാംഗ്ലൂർ. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇവിടെ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ആണെങ്കിലും എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കോഴിക്കോട് നിന്ന് കൊച്ചി പോയി ഒരാൾ മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി അതായത് ഇഫ് ഇറ്റ്സ് സോ ഇൻട്രസ്റ്റിംഗ് ഐ മൈറ്റ്. പക്ഷെ സ്റ്റിൽ ലൈക്ക് ഐ വുഡ് ബി റിലക്റ്റന്റ് ടു ഡു ലൈക്ക് ക്യാൻ വി ഡു എ കോൾ എന്ന് ചോദിക്കും. അതെന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ കുറച്ച് പാടാണ്. നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ വി ടോക്ക് അബൌട്ട് എന്താ ഗോയിങ് ടു ലൈക്ക് പ്ലേ ക്രിക്കറ്റ് ഓർ ലൈക്ക് ഡൂയിങ് സംതിങ് എൽസ്. അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. അതൊരു സൂം കോളിനകത്ത് അത് ഡസൻ ഹാപ്പൻ നാച്ചുറലി. അപ്പം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ ഐ ഹവ് മെറ്റ് എ ലോട്ട് ഓഫ് ഫൗണ്ടേഴ്സ്, ഈവൻ ഇന്ത്യൻ ഫൗണ്ടേഴ്സ് ലൈക്ക് ഇൻ US ദാൻ വെൻ ഐ വാസ് ഇൻ ബാംഗ്ലൂർ ഓർ എന്താ കേരള. പിന്നെ ആ സിറ്റീൻ്റെ ഒരു ലൈക്ക് കൾച്ചർ എങ്ങനെയാണ് ഐ തിങ്ക്. റാൻഡംലി ഇപ്പോൾ എവിടെയെങ്കിലും കോഫി ഷോപ്പിൽ പോവുകയാണെങ്കിൽ യു മൈറ്റ് സീ സം ഫൗണ്ടർ വർക്കിംഗ് ഓൺ ഇറ്റ്. അത് ഞാൻ ക്ലോസസ്റ്റ് കണ്ടിട്ടുള്ളത് ബാംഗ്ലൂരാണ്. ഈ കോർമംഗലയിൽ തേർഡ് വേവിൽ കാണാറുണ്ട്. അവിടെ പിച്ചിങ്ങും നമ്മൾ കാണാറ് ലൈക്ക് ഇൻവെസ്റ്റേഴ്സ് പിച്ച് എടുക്കുന്നത് കാണാറ്. പക്ഷേ അത് കൊച്ചിയിലും കാലിക്കറ്റും കണ്ടിട്ടില്ല, വളരെ റെയറാണ്. SF കണ്ടു, പിന്നെ SF അത് കണ്ടു. പിന്നെ അതിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ നല്ല ഫൗണ്ടേഴ്സ് ഉണ്ടാവും അവിടെ. എല്ലാ ആൾക്കാരും വില്ലിങ് ആണ്. അതായത് ദേ ഹാവ് ഗോട്ടൺ സം ഹെൽപ്പ് ഫ്രം സംബഡി എൽസ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ദേ വുഡ് obviously help you. ഒരു paid forward mentality ഉണ്ട്. അപ്പോൾ അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ദേ ജസ്റ്റ് ഡെഫിനറ്റ്ലി ടേക്ക് എ കോൾ ഓർ ലൈക്ക് ജസ്റ്റ് മീറ്റ് യു. അതായത് എനിക്ക് അവിടെ ഒരു ഫിൽസ് കോഫി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഓൾമോസ്റ്റ് എല്ലാ ഫൗണ്ടേഴ്സിനും അറിയാം. വെൽക്കം ടു ഫിൽസ്, അപ്പോൾ അവരും അതിനകത്ത് വരും. അപ്പം ദേ ആർ ഓൾ ഗുഡ്. അങ്ങനെ ആ ഒരു എന്താണ് ആൾക്കാരെ മീറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് അറിയാവുന്ന കമ്പനീസ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട കമ്പനീസിലെ ആൾക്കാരിലേക്ക് എത്തിപ്പെടാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പം അങ്ങനെ കുറച്ച് ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒബ്വിയസ്ലി ലൈക്ക് എന്താണ് AI ബൂം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനകത്ത് എന്താണ് ലൈക്ക് റൈറ്റ് പ്ലേസ് അറ്റ് റൈറ്റ് ടൈം ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ വി കൻ മേക്ക് എ ലോട്ട് ഓഫ്. അവിടെ തന്നെ ആക്ച്വലി കുറേ മീറ്റപ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ അതിലൂടെ പോയപ്പോൾ SF എല്ലാ ദിവസവും ഓൾമോസ്റ്റ് എവറി ഡേ ഓരോ മീറ്റപ്സ് ഉണ്ട്. അതും AI പറ്റിയും ഓപ്പൺ സോഴ്സിനും പല കാറ്റഗറീസ് ഓഫ് ഇതിൽ മീറ്റപ്സിനെ ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം ഭയങ്കര ഓപ്പണും ആണ്, എല്ലാവർക്കും പോയി ജോയിൻ ചെയ്യാം. ഫ്രീ ആണ്, കുറേ ഫ്രീ ആണ്. ഐ മീൻ അപ്പോൾ ആ ഒരു സിറ്റിയിൽ ഉണ്ടായിരിക്കുന്നത് എന്തായാലും അഡ്വാൻറ്റേജസ് ആണല്ലേ? അതെ, അത് മാത്രമല്ല ഞാൻ അങ്ങനെ ലൈക്ക് എല്ലാ മീറ്റപ്സിനും പോകാറില്ല. ഞാനിപ്പോൾ എന്ന് പറഞ്ഞാൽ ക്ലോസസ്റ്റ് എനിക്ക് ഇതേപോലെ സംസാരിക്കാൻ പറ്റുന്നൊരു സ്ഥലത്ത് മാത്രമാണ് പോകാറുള്ളത്. ജനറലി ലൈക്ക് ആ ഒരു കൾച്ചർ ഉള്ളതുകൊണ്ട് തന്നെ ആൾക്കാർ എല്ലാവരും ഹാക്കേഴ്സാണ്, എല്ലാവർക്കും ഐഡിയാസ് ഉണ്ട്, അവരത് ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട്, കേപ്പബിൾ ആണ്. അപ്പോൾ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ പിയർ പ്രഷർ ഭയങ്കര ഹൈ ആണ്. എന്താ പറയുക, നമ്മൾ പെർഫോം ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഈസ് ബേസിക്കലി ലൈക്ക് എന്താ നമ്മൾ പറയുക നമ്മളൊരു ലൈക്ക് ഇൻസൈൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ എന്താണ്ടൊക്കെയോ ചെയ്യുന്നുണ്ട്, നമ്മൾ അതിൻ്റെ നടുക്ക് നിന്നിട്ട് പറയാം വി ആർ ജസ്റ്റ് ലേസി എന്ന് പറയുന്നത് വി കാൺ ഡു ദാറ്റ്. അതൊരു മോട്ടിവേഷനാണ്, ഡ്രൈവിംഗ് ഫാക്ടറാണ്. അപ്പോൾ അതെനിക്കെന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ലൈക്ക് ഐ വാസ് ഗെറ്റിംഗ് ഇറ്റ് ഇൻ ബാംഗ്ലൂർ, ഐ വാസ് ഗെറ്റിംഗ് ഇറ്റ് ഹിയർ. ബാംഗ്ലൂർ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഐ തിങ്ക് ലൈക്ക് ഇഫ് ഐ വർ എ B2C കമ്പനി അത് കുറച്ചുകൂടെ ഈസിയർ ആയിരുന്നു. അതെന്ന് പറഞ്ഞാൽ ക്ലോസർ ടു കൺസ്യൂമർ എന്നുള്ള ലൈനിലാണെങ്കിൽ നല്ലതായിരുന്നു എനിക്ക് തോന്നുന്നത്. ഞാൻ കൂടുതലും ലൈക്ക് ഐ ലൈക്ക് B2B പ്രോഡക്ട്സ്, ബിൽഡിംഗ് B2B പ്രോഡക്ട്സ്. ഇപ്പം വർക്ക് ഫ്ലോസ് ഇമ്പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ലൈക്ക് പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കുക, അതൊക്കെ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് സാധനമാണ്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഡീപ്പ് കമ്പ്യൂട്ടർ സയൻസ് പ്രോബ്ലംസ്, ഇപ്പം എന്താണ് ഓട്ടോമേറ്റ തിയറിയൊക്കെയാണ് ഞാൻ കുറച്ചുകൂടെ എൻജോയ് ചെയ്ത് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈക്ക് വിച്ച് ഇസ് മച്ച് ഈസിയർ ടു ആക്ച്വലി ടോക്ക് ടു പീപ്പിൾ ഇൻ SF ദാൻ ഹിയർ. അത് ലൈക്ക് ദാറ്റ് വാസ് ഓൾസോ എ ഡ്രൈവിംഗ് ഫാക്ടർ. പിന്നെ SF-ന്റെ ഇപ്പോൾ ചാറ്റ്ബോട്ടിന്റെ അവസ്ഥ എന്താ? ലൈക്ക് വെർ ഈസ് ഇറ്റ് റൈറ്റ് നൗ? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്രയാണ് 20,000 സ്റ്റാർസ് ഉണ്ട്. അതിപ്പം റീസെൻ്റ്ലി നമ്മൾ 20,000 സ്റ്റാർസ് എത്തി. അത് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് റീൽസ് റെപ്പോസിറ്ററി ആണ്. പല സ്ഥലത്തും കോട്ട് ചെയ്യുന്നത് കാണാം. കമ്മ്യൂണിറ്റി വൈസ് എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഒരു 50,000 ഇൻസ്റ്റലേഷൻസിൽ അധികം ഉണ്ടായിട്ടുണ്ട്. അതിൽ ബിഗ് കമ്പനീസ് ഉണ്ട്, അതായത് ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ഉണ്ട്, ചെറിയ കമ്പനി തൊട്ടിട്ട് എന്താണ് വലിയ കമ്പനിയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കാറ്റഗറി ഓഫ് ആൾക്കാരും നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ കമ്മ്യൂണിറ്റി ഭയങ്കര വലുതാണ്. അതിനകത്ത് സ്പെസിഫിക്കലി പറയേണ്ടതെന്ന് പറഞ്ഞാൽ ബ്രസീലിലൊരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെയുണ്ട്. അതായത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അല്ല, മൾട്ടിപ്പിൾ വാട്സപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്. അവിടെ ഒരു 5,000-ലധികം ആൾക്കാർ ആക്ച്വലി ഡെയിലി ചാറ്റ് കൂട്ടി യൂസ് ചെയ്യുന്ന സംസാരിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഒരു ഗ്രൂപ്പ്സ് അവിടെ ഉണ്ട്. അപ്പോൾ അതിനകത്തെന്ന് പറഞ്ഞാൽ ഞാൻ അതിനകത്ത് ഒരെണ്ണത്തിൽ മെമ്പറാണ്. അതിനകത്ത് ഒരു 1024 ആൾക്കാരുണ്ട്, കറക്റ്റ് ലിമിറ്റാണ്. അപ്പോൾ അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചാറ്റ്ബോട്ടിനെ പറ്റി സംസാരിക്കും. എല്ലാ ദിവസവും അവർ ചാറ്റ്ബോട്ടിന്റെ പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കും. എല്ലാം പോർച്ചുഗീസിലാണ്, ലൈക്ക് ഇംഗ്ലീഷിലല്ല, പോർച്ചുഗീസിലാണ്. ഞാൻ അതെടുത്ത് കോപ്പി ചെയ്ത് ട്രാൻസ്ലേറ്റിൽ ഇട്ടിട്ടാകുമ്പോൾ ഓക്കെ ഇതാണ് പ്രോബ്ലം, ഇത് നമ്മൾ വേറെ എവിടെയോ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, അത് നമുക്കറിയാം. അത് വേറെ ആൾക്കാർക്കും അറിയാം, അവിടെ ഇരിക്കുന്ന ചാറ്റ്ബോട്ടിന്റെ യൂസേഴ്സിന് തന്നെ അറിയാം ഇത് ലൈക്ക് ഓൾറെഡി നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അവരതിന് റെസ്പോൺസ് കൊടുക്കും. അതായത് കംപ്ലീറ്റ്ലി കമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻഡ് ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. ആ കമ്മ്യൂണിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര എന്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പി ഒരു സാധനമാണ്. പിന്നെ എന്താണ് നമ്മൾ യൂസേജ് ആദ്യം കുറച്ച് റിലക്റ്റൻ്റ് ആയിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിത് അറിയത്തില്ല ലൈക്ക് വെദർ ഇറ്റ് വർക്ക്സ് ഓർ നോട്ട്. അതായത് ചെറിയ കമ്പനീസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ആൾക്കാർ, ഇത് ആ കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അങ്ങനെയാണ് നമ്മളൊരു ഇവിടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഒരു ഇൻഷുറൻസ് പ്രൊവൈഡർ ഉണ്ട്, കോല എന്ന് പറഞ്ഞ്. അവരുടെ CTO ആയിട്ട് സംസാരിച്ചായിരുന്നു. അപ്പം ദേ വർ ആക്ച്വലി യൂസിങ് ലൈക്ക് 120 പീപ്പിൾ ലോഗിങ് ഇൻ ടു ചാറ്റ്ബോട്ട് എവറി ഡേ, യൂസിങ് ഇറ്റ് ലൈക്ക് അതായത് നമ്മൾ ലിനിയറോ അല്ലെങ്കിൽ ഗിറ്റബ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സ്കെയിലിൽ അവരെല്ലാ ദിവസവും ചാറ്റ്ബോട്ട് യൂസ് ചെയ്യുവാണ്. മറ്റേ എന്താണ് ചാറ്റ്ബോട്ടിനകത്ത് ലോഗിൻ ചെയ്യും. അതായത് അവർക്ക് ഒരു മിനിറ്റ് തന്നെ ചാറ്റ്ബോട്ട് ഡൗൺ ആവുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ദെയർ എൻറ്റയർ പ്രൊഡക്ടിവിറ്റീസ് ഗോൺ. അത്ര സ്കെയിലിൽ കസ്റ്റമർ സർവീസ് ഇൻഫ്രാസ്ട്രക്ചർ അവർ ബിൽഡ് ചെയ്തേക്കുന്നത് ചാറ്റ്ബോട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അവരുമായിട്ടുള്ള നല്ല ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ലൈക്ക് ദിസ് തിങ് വർക്ക്സ്, അതായത് ഈവൻ അറ്റ് എ സ്കെയിൽ ദിസ് ക്യാൻ വർക്ക്. അങ്ങനെ നോക്കിയ സമയത്താണ് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഒരു കോൺട്രിബ്യൂട്ടർ വഴി ഒരു ബിഗർ എയർലൈനിൽ അവരുടെ ഒരു 50% ഓഫ് കോൺവെർസേഷൻസ് ചാറ്റ്ബോട്ട് വഴിയാണ് പോകുന്നത്. ഈവൻ ലൈക്ക് ഇന്ത്യയിലുള്ള ഒരു വൺ ഓഫ് ദ ബിഗസ്റ്റ് ബ്രോഡ്ബാൻഡ് പ്രൊവൈഡേഴ്സ്
അവരുടെ ഒരു 40 million കോൺവെർസേഷൻസ് അങ്ങാണ്ടാണ് അവർക്ക് വരുന്നത്. അത്രയും സ്കെയിലുണ്ട്. അതായത് ഓട്ടോമേറ്റഡ് കോൺവെർസേഷൻസ് പ്ലസ് റെഗുലർ ചാറ്റ് കോൺവെർസേഷൻസ് അത് ഹാൻഡിൽ ചെയ്യുന്നത് ചാറ്റ് വഴിയാണ്. അങ്ങനെ ബിഗ്ഗർ സ്കെയിൽസ് ഓഫ് കോൺവെർസേഷൻസ് ഹാപ്പൻ ചെയ്യാൻ തുടങ്ങി. നമ്മൾ മൊണറ്റൈസ് ചെയ്യാൻ തുടങ്ങി. റവന്യൂ വരുന്നുണ്ട്, ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ സോ we are at a place where we're not profitable yet, പക്ഷേ എന്ന് പറഞ്ഞാൽ we are growing in a good manner and we'll be profitable soon. അപ്പം അതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഫാർ ഇനഫ് ടു ഗെറ്റ് us to profitability. അപ്പം അതെന്ന് പറഞ്ഞാൽ രണ്ട് പാത്താണ് ഉള്ളത്. either if we are getting closer to profitability we could go raise another round, അല്ലെങ്കിൽ we would go as a smaller company. പക്ഷേ as a person I want to build a bigger company but with a very small team. അതായത് എന്താ പറയുക മോട്ടിവേഷൻസ് എന്നൊക്കെ പറയുന്നത് പറഞ്ഞാൽ വാട്സാപ്പിനകത്ത് 50 people മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ $16 billion അക്വിസിഷനകത്ത്. അത് നോട്ട് എക്സാക്ട്ലി റൈറ്റ്, ബട്ട് അവരുടെ സൈഡിൽ ആൾക്കാരുണ്ട്, സർവീസസ് ഉണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ കോർ പാർട്ട് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് വെരി ക്ലോസ് നീറ്റ് ഓഫ് പീപ്പിൾ ആണ്. പിന്നെ റീടൂൾ ഒരു ബിഗ് എക്സാമ്പിൾ ആണ്. അവരുടെ $1 million ARR എത്തുന്നത് വരെ they had 4 people. മിസ്സീവ്സ് എന്ന് പറയുന്നത് നമ്മുടെ കോമ്പറ്റീറ്റർ ആണ്. they had only founders 3 people until $2 million in ARR. So I mean ഒരു $1 million ബിസിനസ്സിന് maybe less than 5 people. അതാണ് ചെറിയ എപ്പിസോഡിലും. അതെ അതായത് വലിയ ഇതൊന്നും ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ പറഞ്ഞാൽ വി ക്യാൻ ബിൽഡ് ബിഗർ ബിസിനസ്സസ്. ഈവൻ നോട്ട് റൈറ്റ് നൗ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് 1 million, ഇറ്റ് ക്യാൻ ഗോ ബിയോണ്ട് ദാറ്റ്. അപ്പം അത് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആസ് എന്താ സ്മോൾ ആസ് പോസിബിൾ. പക്ഷേ എന്ന് പറഞ്ഞാൽ ഗുഡ് സെറ്റ് ഓഫ് പീപ്പിൾ. ഇപ്പോൾ ഒരു സ്പോർട്സ് ടീമൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ടോപ്പ് പെർഫോമേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലൈനിൽ നല്ല ആൾക്കാർ മാത്രം. ആ ഒരു എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ഐ പേഴ്സണലി ലൈക്ക് ഇറ്റ്. അതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ അതും ഒരു ഹാക്കർ ന്യൂസ് കമന്റ് ഉണ്ട്. അതായത് ചില സമയത്ത് ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഗൂഗിളിൻ്റെ ഒരു ടൈമിലുള്ള കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ യു ആക്ച്വലി ടോക്ക് ടു പീപ്പിൾ ദേ ജസ്റ്റ് ഗെറ്റ് ഇറ്റ്. വേറെ ഒന്നും പറയണ്ട, ദേ ജസ്റ്റ് ഗെറ്റ് ഇറ്റ്. ദേ അണ്ടർസ്റ്റാൻഡ് ഹൗ തിങ്സ് വർക്ക്, ഹൗ വാസ് ദി എന്താ യൂണിവേഴ്സ് ഓഫ് തിങ്സ് അവർക്ക് ദേ നോ വെരി വെൽ. ദാറ്റ് to me is very lucrative. അതായത് പറഞ്ഞാൽ when I am working in a company, when I am building a team, ആ ഒരു സ്റ്റേറ്റിലെത്തുക എന്ന് പറയുന്നത് is so promising for me. അതാണ് ഞാൻ നോക്കുന്നത്. പ്രൊഡക്റ്റ് ബിസിനസ് പോസിബിൾ ആണ്. അതായത് ഇപ്പം എഞ്ചിനീയർ ആണെങ്കിൽ പോലും പറഞ്ഞാൽ നമ്മുടെ ഇതിനകത്താണെങ്കിൽ പോലും നമ്മൾ എവറി എഞ്ചിനീയർ ടോക്ക് ടു ഡു കസ്റ്റമർ സപ്പോർട്ട്. ദേ ടോക്ക് ടു പീപ്പിൾ, ദേ ടേക്ക് പ്രോഡക്റ്റ് ക്വസ്റ്റ്യൻസ്, ദേ ഫിഗർ ഔട്ട് ഹൗ ടു ബിൽഡ്. നമ്മളാണെങ്കിൽ ഇപ്പോൾ കുറച്ചായിട്ട് എന്ന് പറയാൻ നമ്മൾ കൊളാബറേറ്റീവ് ആയിട്ടാണ് ഫീച്ചേഴ്സ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫീച്ചർ എടുത്തിട്ട് പറഞ്ഞാൽ ഹൗ ക്യാൻ യു ഇംപ്രൂവ് ഇറ്റ്. അത് എവ്രി വൺ ഹാസ് ദെയർ ഓൺ ഐഡിയാസ് ടു ഇംപ്രൂവ് ഇറ്റ്. ആൻഡ് that stems from a fact that they have actually looked at one of the customer support requests, or they have actually seen something which is better than this in some other form. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ I can do this. അപ്പോൾ അങ്ങനെ നമ്മൾ കൊളാബറേറ്റീവായി വർക്ക് ചെയ്യാൻ പറ്റുന്ന is actually pretty good. അങ്ങനെ ഒരു ടീം ബിൽഡ് ചെയ്യുക, അങ്ങനെ ഒരു എന്താണ് ഒരു കമ്പനി ബിൽഡ് ചെയ്യുക, അതിനെ സ്കെയിൽ ചെയ്യുക, and it goes to $100 million, $1 billion business എന്ന് പറയുന്നത് is something which is lucrative to me, and I think that's what I'm looking for as well. Awesome. Probably next podcast shoot we will be in that journey. Hopefully, yeah. 100 million podcast ചെയ്യാം. Okay, I think of the last 1.5 hour നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു. പ്രണവായിട്ട് ഒരു ഡീപ് ജേർണി കുറച്ച് നാൾ പ്ലാൻ ചെയ്തിട്ടുണ്ടിരിക്കുന്നത്. ഫൈനലി ഐ കുഡ് ഡു ദ പോഡ്കാസ്റ്റ്. ഇവിടെ YC ജേർണി കവർ ചെയ്യാൻ പറ്റി. ഇവരുടെ കുറേ കാര്യങ്ങൾ ഐ മീൻ ഇതിൽ തന്നെ പല ക്ലിപ്സും വി ക്യാൻ യൂസ്. ആൻഡ് കുറേ ഇപ്പോൾ YCക്ക് കുറേ ആൾക്കാർ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് ആ പാർട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ then they get the whole process. അപ്പോൾ as long as ഇതൊരു ഇന്റർനെറ്റിൽ ഡോക്യുമെന്റ് ആയിട്ട് ഉള്ള കാരണം people can refer back and everything. Even Pranav is very accessible as well. How can reach ട്വിറ്ററിലും ട്വിറ്ററിലുണ്ട്, പ്രോഡക്റ്റ് ഗ്രൂപ്പിനകത്തുണ്ട്, ലിങ്ക്ഡിനിലുണ്ട്, വെരി ആക്റ്റീവ്. മേബി കുറെ സ്പാം ആണ് അതിനകത്ത് പറഞ്ഞാൽ വളരെ കുറവാണ്. വാട്സാപ്പ് അല്ലെങ്കിൽ ട്വിറ്ററിനകത്ത് മെസ്സേജ്, ഇമെയിലും ആക്സസിബിൾ ആണ്. ഇമെയിൽ ഓപ്പൺ ആണ് ജനറലി എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു റീച്ച് ഔട്ട്. ആർ യു ഹയറിംഗ് ബൈ എനി ചാൻസ്? നോട്ട് റൈറ്റ് നൗ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് സ്മോൾ ടീമാണ്. നമുക്ക് വെരി ക്ലിയർലി വി നോ ദ പ്രയോറിറ്റീസ്. ആൻഡ് ഹയറിംഗ് പോളിസി എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ ഫോർസീ 3 months. After 3 months, I know what that person actually does. അതെനിക്ക് ക്ലിയർലി അറിയാമെങ്കിൽ മാത്രമേ I'll go and hire that person. Okay, understood. We are hiring, by the way. This is promotion for our company. Feel free to reach out. We are hiring different roles. Yeah, അത് ഇപ്പം ഹയർ ചെയ്യുന്നില്ല. We actually look at good. I mean, whenever we are hiring, we'll just post it on Product Hunt or any other places. So yeah, perfect. Awesome. I think thanks again, Pranav, for joining in. Thanks for being part of the KPH community and
contributing and paying it forward back to even volunteering to support other other YC applicants as well. And thanks for joining in. Yeah, thanks for having me. It was great to meet you. Definitely. Thank you.